ശ്രീമദ് ഭാഗവതം ക്ലാസ് 151. നമ്മൾ നോക്കുന്ന സ്കന്ധം 7 13-ാമത്തെ അധ്യായമാണ്. യതിധർമ്മ നിരൂപണവും അവധൂത പ്രഹ്ലാദ സംവാദവും. ഇത് സന്യാസ ജീവിതത്തെ പറ്റിയുള്ളതാണ്. പക്ഷേ ഉപനിഷത്തിലെല്ലാം പറയുന്ന സന്യാസ ജീവിതത്തിൽ നിന്നും അത്ര കട്ടിയല്ല. കാരണം ഭാഗവതം എന്ന് പറയുന്നത് കഥരൂപത്തിലുള്ള ഒരു അവതരണമാണ്, സാധാരണക്കാരന് വേണ്ടിയിട്ടാണ്. അപ്പം മനുഷ്യന് 4 തരം ധർമ്മങ്ങൾ, ആശ്രമധർമ്മങ്ങളുണ്ട്. ഒന്ന് പഠിക്കുന്ന കാലം, ബ്രഹ്മചര്യം, പിന്നെ ഗൃഹസ്ഥാശ്രമം, പിന്നെ വാനപ്രസ്ഥവും സന്യാസവും. അപ്പോൾ പഠിക്കുന്ന കാലത്ത് തന്നെ ഓരോ ആൾ അവരവരുടെ കഴിവനുസരിച്ചാണ് പഠിക്കുന്നത്. അല്ലാതെ ബ്രഹ്മത്തെ പറ്റിയൊന്നും ഏറ്റവും പൂർണ്ണ സയൻസ് ഒന്നും പഠിക്കാൻ പോകുന്നില്ല. അതുവരെ സന്യാസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്യാസത്തിലേക്കൊന്നും പോകാനൊന്നും പറ്റില്ല. ബ്രഹ്മചര്യം തന്നെ ശൂദ്രന്മാർക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്തവരെ നിർബന്ധിച്ച് പഠിക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സാമാന്യ രൂപത്തിൽ സന്യാസക്രമം വിവരിക്കുക മാത്രമാണ്. യഥാർത്ഥത്തിൽ സന്യാസിയാണ്ടവരെ ഉപനിഷത്തിൽ പറയുന്ന വഴി തന്നെ പോകണം. എന്നാൽ ഇവിടെയും പറഞ്ഞിരിക്കുന്ന ഏകദേശം അതെല്ലാം തന്നെയാണ്. നമുക്ക് നോക്കാം. ഒന്നിന് നാരദൻ പറയുകയാണ്, ഇപ്രകാരം ലയക്രമം ധ്യാനിച്ചു ഉറപ്പിച്ച ശേഷം. ലയം എന്തിലേക്കാണ് ലയിക്കേണ്ടത്? ബ്രഹ്മത്തിൽ. അപ്പം നമ്മുടെ ജീവിതം ബ്രഹ്മത്തിൽ ലയിക്കുകയാണ്. അത് എവിടെ നിന്ന് പഠിക്കുന്നു? ബ്രഹ്മചര്യത്തിൽ തന്നെ എല്ലാ ശാസ്ത്രവും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു ബ്രഹ്മമുണ്ട്, ഒരു പ്രപഞ്ചം ഒന്നിൽ നിന്ന് ഉണ്ടായതാണ്. അതാണ് സത്യം. അതിൻ്റെ ശേഷം വാനപ്രസ്ഥത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അവിടെ നമ്മൾ അതോട് അടുക്കുവാനുള്ള വഴിയിലുള്ള ഒരു ജീവിതക്രമമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം വാനപ്രസ്ഥം കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് പിന്നെ ലയിക്കുന്നതിന് വേണ്ടിയായിരിക്കണം. എല്ലാവരും വാനപ്രസ്ഥത്തിനൊന്നും പോകില്ലല്ലോ. അധികം പേരും മക്കൾ വലുതായി കഴിഞ്ഞാൽ അവരവരുടെ കർമ്മയെല്ലാം മാറ്റി ഒരു സ്വസ്ഥ വൃത്തി, പിന്നെ കൃഷിപ്പണി എന്നെല്ലാം പറയുന്ന വഴിയുള്ള കൃഷിപ്പണിയല്ല സന്യാസം എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും വിട്ടുമാറി അങ്ങനെ നിൽക്കും. അത്രയല്ലേ പറ്റുള്ളൂ. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ പോകണമെന്ന്, ബ്രഹ്മത്തിൽ പോയി ലയിക്കണമെന്ന് ചിന്തിക്കുന്നവർ ലയക്രമം ധ്യാനിച്ചുറപ്പിച്ച ശേഷം എപ്പോഴും പിന്നെ ചിന്ത അതിലേക്കായിരിക്കും, അതിനെപ്പറ്റി ധ്യാനിക്കും. അതാണ് വാനപ്രസ്ഥത്തിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ. ആധ്യാത്മചിന്തയാൽ ശക്തനായി തീർന്നവൻ സന്യാസം സ്വീകരിച്ച് ശരീരം മാത്രം ബാക്കിയാക്കിക്കൊണ്ട്, ഇപ്പോൾ സന്യാസത്തിലേക്ക് കടക്കുന്നവൻ, വാനപ്രസ്ഥവും കഴിഞ്ഞ് സന്യാസത്തിലേക്ക് കടക്കുന്നവൻ സ്വന്തം ശരീരം മാത്രം ബാക്കി വെച്ചുകൊണ്ട്, ശരീരത്തെ മാത്രം സന്യാസം സ്വീകരിച്ചവൻ ശരീരം മാത്രം ബാക്കി വെച്ചുകൊണ്ട്. ശരീരം ബാക്കിയാവുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്തെല്ലാം പോയി? ബന്ധങ്ങളെല്ലാം പോയി. ഭാര്യയും മക്കളും, അച്ഛനും മക്കളും, പിന്നെ വസ്തു, പ്രോപ്പർട്ടി, ജോലി, ഇതെല്ലാം കളഞ്ഞു. എല്ലാതരം വാസനകളും എല്ലാം കളഞ്ഞിട്ട് പിന്നെ മാത്രമേ ഉള്ളൂ, ശരീരം മാത്രമേ ഉള്ളൂ. ഒന്നിലും താല്പര്യമില്ലാത്തവനായി ഭവിച്ച അദ്ദേഹം പിന്നെ എന്ത് ചെയ്യണം? ഒരു ഗ്രാമത്തിൽ ഒരു രാത്രി മാത്രമേ തങ്ങാൻ പാടുള്ളൂ. എന്നിട്ട് ഭൂമിയിലെങ്ങും ചുറ്റിക്കറങ്ങണം. അപ്പോൾ പിന്നെ അവൻ ഒരൊറ്റ നടത്തായിരിക്കണം. ഒരു രാത്രി ഒരു ഗ്രാമത്തിലെത്തി ആ രാത്രി അവിടെ തങ്ങണം, പിന്നെ അവിടെ നിന്ന് വിട്ടോളണം. അതായത് സ്ഥിരമായി തെറ്റിയിൽ താമസിക്കരുത്. ഇനി 2, സന്യാസി വേഷം ധരിച്ചവനാണെങ്കിൽ, അവൻ സന്യാസി വസ്ത്രം ധരിച്ചവനാണെങ്കിൽ, സന്യാസി വേഷമല്ല, സന്യാസി വസ്ത്രം ധരിച്ചവനാണെങ്കിൽ, അപ്പോൾ സന്യാസിക്ക് ശരീരം മാത്രം എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പിന്നെ വസ്ത്രത്തിൻ്റെ പോലും ആവശ്യം ഇല്ല. വസ്ത്രമെല്ലാം ഉപേക്ഷിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ എല്ലാവർക്കും അത് പറ്റൂലല്ലോ. സന്യാസി വസ്ത്രം ധരിച്ചവനാണെങ്കിൽ കൗബീനത്താൽ ഗുഹ്യം മറക്കണം.
ഗുഹ്യം മറക്കാൻ വേണ്ടിയിട്ട് ഒരു കൗബീനം ചുറ്റാം എന്നത് മാത്രമായിരിക്കണം അവൻ്റെ വസ്ത്രം. പിന്നെ യോഗദണ്ഡും കമണ്ഡലുവും സന്യാസത്തിൻ്റെ ഭാഗമായിട്ട് ലക്ഷണങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രോഗമൊന്നുമില്ലാത്തവരും മറ്റുള്ള ദുർഘട ഘട്ടങ്ങളൊന്നും അനർത്ഥങ്ങളൊന്നും ഇല്ലാത്തവനാണെങ്കിൽ, അപ്പോൾ രോഗമൊന്നുമില്ല മറ്റനർത്ഥങ്ങളൊന്നും ഇല്ലാത്തവനാണെങ്കിൽ ഏറി വന്നാൽ യോഗദണ്ഡും കമണ്ഡലുമാകാം. പക്ഷേ ഇവിടെ യോഗദണ്ഡ് എന്ന് പറയുമ്പോൾ ഈ ദണ്ഡ് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു വടിയാണ്. പക്ഷേ ഇന്ന് ആത്മീയവാദികളെല്ലാം ഈ യോഗദണ്ഡിനെ അധികാരത്തിൻ്റെ ദണ്ഡ് എന്തെല്ലോ ആക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പിൻ്റെ അകത്ത് മൃഗത്തിൻ്റെ തലേൻ്റെ എല്ലാം രൂപയിൽ ഉണ്ടാക്കിയിട്ട് പല മതങ്ങളിലും കാണാം. ആത്മീയ ആചാര്യന്മാരുടെ കൈമേൽ ഒരു ദണ്ഡ്, ഒരു അധികാരത്തിൻ്റെ എന്തോ ഒരു മാതിരി. ഇതല്ല, ഉപനിഷത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു മുളവടിയാണ്. എന്തിനു വേണ്ടിയാണ് ഇത് വടി? നമ്മൾ ഭക്ഷണമെല്ലാം ഉപേക്ഷിച്ചിട്ട് ശരീരത്തെ കളയാൻ പോവുകയാണ്. അപ്പം നടക്കാൻ ബലമില്ലാത്തവന് കുത്തി നടക്കാനാണ് ഒരു വടി. സാധാരണ വയസ്സാം കാലത്ത് എല്ലാവർക്കും ഒരു വടീൻ്റെ ആവശ്യമുണ്ട്, അധിക പേർക്ക്. ആ അവസ്ഥയിലേക്കാണ് ശരീരം. അതെന്തുകൊണ്ടാണ്? വയസ്സാം കാലത്ത് ശരീരം ക്ഷയിക്കുന്നു. അതുമാതിരി ഇവൻ ഭക്ഷണമെല്ലാം ഉപേക്ഷിച്ചിട്ട് ശരീരത്തെ ത്യജിക്കുകയാണ്. അപ്പോഴൊരു വടിയുടെ ആവശ്യം ഉണ്ട്. അതിനു വേണ്ടിയാണ് ഈ വടി കൊടുത്തിരിക്കുന്നത്. അവനൊരു താങ്ങായിട്ട്, കാരണം ശരീരത്തെ കളയണയാണ്. അപ്പോൾ വടിയുടെ സഹായത്താൽ നടക്കണം, അതിനു വേണ്ടിയാണ് വടി. പിന്നെ കമണ്ഡലൂലെന്തിനാണ്? വെള്ളം എപ്പോഴും ആവശ്യം, ശരീരത്തിന് അത്യാവശ്യമുള്ളൊരു സാധനമാണ്. വായു പോലെ അത്യാവശ്യമാണ് വെള്ളം. അത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ളൊരു പാത്രം എന്ന നിലയിലേ അതിനെയുള്ളൂ, അല്ലാതെ വേറെ നിലയിലൊന്നും അതിനെ കാണരുത്. പണ്ട് കാലത്തെ സന്യാസി എന്ന് പറഞ്ഞ ഒരു കമണ്ഡലു എല്ലാം എടുത്തിട്ട് വെള്ളം എടുത്ത് ശമിക്കാൻ പോകുന്നു, ഇതൊന്നും അല്ല. അതെല്ലാം വേറെ സന്യാസിമായ ആ നിലയിലൊന്നുമല്ല. അപ്പം കമണ്ഡലു എന്ന് പറയുന്നത് വെള്ളം എടുക്കാനുള്ള ആ അർത്ഥത്തിലേ ഇവിടെ ഉള്ളൂ. അതും ആവശ്യമില്ല എന്ന് തന്നെയാണ് ഉപനിഷത്ത് പറയുമ്പോൾ അവസാനം അതെല്ലാം കളയണം. അപ്പം ആദ്യം അതൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ കഥയിലായതുകൊണ്ട് ആവറേജ് ഇതെല്ലാം ആകാം. എന്നിട്ട് 3 ഭിക്ഷാവൃത്തി സ്വീകരിക്കണം. എന്തെങ്കിലും തിന്നാൻ വേണ്ടിയിട്ട് കൈ നീട്ടിയിട്ട് വാങ്ങിക്കൊള്ളുക. ആത്മാനന്ദത്തിൽ ലയിച്ചിരിക്കണം. നമ്മളെ മനസ്സ് ആത്മാവിൽ തന്നെ എപ്പോഴും മനസ്സ് വെച്ച് അതിലങ്ങനെ ലയിച്ചിരിക്കണം. അപ്പം അതിനാണ് ആത്മാനന്ദം എന്ന് പറയുന്നത്. പിന്നെ ബാക്കി സമൂഹത്തിലുള്ള ഒരു പ്രശ്നങ്ങളും നമ്മളെ അലട്ടിയില്ല. അതുകൊണ്ടാണ് ആനന്ദം എന്ന് പറയുന്നത്. അതാണ് ശരിയായ ആനന്ദം. പരാശ്രയമില്ലാത്തവനാണ്. അവന് മറ്റുള്ളവരുടെ ആശ്രയം പാടില്ല. ആരെങ്കിലും കൂടെ കൂട്ടുന്ന പരിപാടിയൊന്നും പാടില്ല. ആരുടെ ആശ്രയമില്ലാതെ പോകണം. സകല പ്രാണികളുടെ ഹിതാനുവർത്തിയും, എല്ലാ പ്രാണികളും തന്നെപ്പോലെ തന്നെയാണെന്ന് കണ്ടുകൊണ്ട് അങ്ങ് പോകണം. കാണുന്നതിലൊന്നും വകഭേദമൊന്നും കാണാൻ പാടില്ല. എല്ലാം സകല പ്രാണികളിലും ഹിതാനുവർത്തിയും പ്രശാന്തനും ശ്രീനാരായണനെ ശരണം പ്രാപിച്ചവനുമായ ഒറ്റയ്ക്ക് സഞ്ചരിക്കണം. ആ ഭഗവാനിൽ തന്നെ മനസ്സർപ്പിച്ച് കാണുന്നതെല്ലാം ഒരേപോലെ കണ്ടുകൊണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ സഞ്ചരിക്കണം. രാത്രിയാകുമ്പോൾ ഒരു ഗ്രാമത്തിൽ എത്തുന്ന ഗ്രാമത്തിൽ പാർക്കാം. ഇനി 4 കാര്യകാരണങ്ങൾക്ക് അതീതനും, എല്ലാ കാര്യത്തിനും കാരണത്തിനും അതീതൻ. എല്ലാത്തിനും കാരണവും കാരണവും എല്ലാം ഉണ്ടായിരിക്കുന്ന ഭഗവാനിൽ നിന്നാണെങ്കിൽ അതിന് അതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇപ്പം കാര്യകാരണങ്ങൾക്ക് അതീതനും ഭേദോപാധികൾ ഇല്ലാത്തവനും എല്ലാറ്റിനെയും ഒന്നായിട്ട് കാണുന്നവനാണ് ഈശ്വരൻ. ഈശ്വരന് ജാതിയില്ല, മതവുമില്ല, പക്ഷി, മൃഗ എല്ലാം, ഇവിടെയുള്ള എല്ലാം അതിന് സമാനമാണ്. അങ്ങനെയുള്ള നിർവികാരനായി നിലകൊള്ളുന്ന പരമാത്മാവിൽ, അങ്ങനെയുള്ള പരമാത്മാവിൽ ഈ കാണുന്ന സർവചരാചരങ്ങളെയും ബ്രഹ്മസ്വരൂപമായി വർത്തിക്കുന്ന പരമാത്മാവിനെയും ദർശിക്കണം. ബ്രഹ്മത്തിൻ്റെ സ്വരൂപമാണ് പരമാത്മാവ്. ആ പരമാത്മാവിനെ ഈ കാണുന്നതിലെല്ലാം
പരമാത്മാവായി കാണണം. അതൊരു ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ബ്രാഹ്മണനായിക്കോട്ടെ, ക്ഷത്രിയനായിക്കോട്ടെ, വൈശ്യനായിക്കോട്ടെ, ശൂദ്രനായിക്കോട്ടെ, പട്ടിയായിക്കോട്ടെ, പൂച്ചയായിക്കോട്ടെ, കല്ലായിക്കോട്ടെ, മണ്ണായിക്കോട്ടെ, എല്ലാത്തിലും ബ്രഹ്മത്തെ, പരമാത്മാവിനെ, ബ്രഹ്മമാകുന്ന പരമാത്മാവിനെ ദർശിക്കണം. അതാണ് സന്യാസത്തിലേക്ക് തിരിയുന്നവരുടെ ലക്ഷണം. പിന്നെ 5, ഉറക്കം, ഉണർവ് എന്നിവയുടെ സന്ധിയിൽ തനിക്കുണ്ടാകാവുന്ന കേവല അനുഭൂതിയെ ദൃഷ്ടാന്തമാക്കി പരഭേദേന വർത്തിക്കുന്ന കേവലാത്മ സ്വരൂപമായ തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് ബന്ധത്തെയും മോക്ഷത്തെയും മിഥ്യാകൽപ്പിതം എന്നും വാസ്തവികങ്ങളല്ല എന്നും കണ്ടുകൊള്ളണം. അതായത് ഉണർവും ഉറക്കവും ഇതിൻ്റെ സന്ധിയിലൊരവസ്ഥയുണ്ട്. നമ്മൾ ഗാഠനിദ്രയിൽ നിന്ന്, ഉറക്കത്തിൽ നിന്ന് ഞെട്ടുന്ന ആ സമയത്ത് നമ്മൾ ഒരു പ്രത്യേക അവസ്ഥയിലാണ്. നമുക്കപ്പോൾ നമ്മുടെ മനസ്സ് ആക്റ്റീവായിട്ടില്ല, പക്ഷെ ഒരു ബോധമുണ്ട്, എന്തോ ഒരു ബോധമുണ്ട്. ആ ബോധത്തിൽ ജാതി മത ചിന്തകളൊന്നും തന്നെയില്ല, ആരോടും രാഗവിദ്വേഷങ്ങളൊന്നും തന്നെയില്ല. ആ അവസ്ഥയിലായിരിക്കണം നമ്മൾ. ഉറങ്ങുന്നതും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് ഇടയ്ക്കുള്ള സന്ധിയിലുള്ള, പെട്ടെന്ന് ഞെട്ടി ഉണരുന്ന ആ സമയത്തുള്ള അവസ്ഥയിലെ ചിന്തിച്ചുകൊണ്ട് അത്തരം ഒരവസ്ഥയിൽ നമ്മൾ ബാക്കി കാണുന്നതെല്ലാം മിഥ്യയാണ് എന്ന അവസ്ഥയിൽ, അതിൻ്റെ ശേഷം നമ്മളെ മനസ്സിലുണ്ടാകുന്ന തോന്നലുകളെല്ലാം വെറും മിഥ്യ മാത്രമാണ് എന്ന നിലയിൽ, അവയെല്ലാം വാസ്തവങ്ങളല്ല എന്ന നിലയിൽ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകണം. അപ്പോൾ ഉറങ്ങി ഞെട്ടി ഉണരുന്ന ആ പെട്ടെന്നുള്ള അവസ്ഥയ്ക്ക് നമുക്ക് നമ്മളെപ്പറ്റി തന്നെ ഒരു ബോധം ഉണ്ടാവില്ല, നമ്മളെ ബന്ധുക്കൾ, അതൊന്നും ചിന്തയുണ്ടാവില്ല. ഒരു പ്രത്യേക അനുഭൂതി, ആ അവസ്ഥയിലായിരിക്കണം നമ്മൾ. ഇനി 6, ഈ ശരീര സംബന്ധിയായ മരണത്തെയോ ശാശ്വതമല്ലാതെ ജീവിതത്തെയോ കുറിച്ച് അഭിനന്ദിക്കരുത്. അതായത് ശരീര സംബന്ധ മരണത്തെപ്പറ്റി ദുഃഖിക്കാനും പാടില്ല, ശാശ്വതമല്ലാതെ ജീവിതത്തെ പറ്റിയും നമുക്ക് ജീവിതത്തെ പറ്റി അഭിനന്ദിക്കുകയോ മരണത്തെപ്പറ്റി അഭിനന്ദിക്കുകയോ നിന്ദിക്കുകയോ ഒന്നും, ഭയമോ ഒന്നും പാടില്ല. അങ്ങനെ അങ്ങ് ജീവിച്ചു പോകണം. മരണത്തെപ്പറ്റിയും ചിന്ത വേണ്ട, ജീവിതത്തെ പറ്റിയും ചിന്ത വേണ്ട. പിന്നെയുള്ള ജീവിതം എങ്ങനെയായിരിക്കണം? ജനന മരണങ്ങൾക്ക് ആസ്പദമായ കാലത്തെ തന്നെ കാത്തിരിക്കണം. കാലത്തെ കാത്തുകൊണ്ട്, കാലം എത്ര കാലത്തോളമാണ് നമ്മളെ തള്ളിക്കൊണ്ട് ആ മരണം അവസ്ഥയിലെത്തിക്കുന്നത്, അതുപോലെ അങ്ങ് പോയിക്കൊള്ളുക. ഇപ്പം ചിലപ്പോൾ നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരത്തിലെത്തും, അല്ലെങ്കിൽ അവിടെ കടന്ന് ശരീരം മരിച്ച് അടുത്ത ജന്മം ജനിക്കും. അപ്പോൾ ആ സമയം വരെ കാലത്തോടൊപ്പം കാലം പോകുന്നവർ പോട്ടെ എന്ന് വെച്ചങ്ങനെ ഇരിക്കണം. ഒന്നിലും മനസ്സ് കൊടുക്കാതെ, മനസ്സ് ബ്രഹ്മത്തിൽ മാത്രം. എന്നിട്ട് 7, ആധ്യാത്മിക വിദ്യയോട് ബന്ധമില്ലാത്ത ശാസ്ത്രവിജ്ഞാനത്തിൽ ഏർപ്പെട്ടുകൂടാ. ആധ്യാത്മികമായിട്ട്, അതായത് ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ പറ്റിയുള്ള ചിന്തയൊഴിച്ചിട്ട് ബാക്കിയുള്ള ഒരു ശാസ്ത്രങ്ങളിലും താല്പര്യം പാടില്ല. വേദങ്ങൾ നിറച്ചും റോക്കറ്റ് ഉണ്ടാക്കേണ്ടിയും ആറ്റങ്ങളെ പറ്റിയും ഹൈഡ്രനെ പറ്റിയും ഇന്ദ്രനെ പറ്റിയും ബ്രഹ്മാവിനെ പറ്റിയും വിഷ്ണുവിനെ പറ്റിയെല്ലാം പറഞ്ഞിരിക്കുന്നത് വേദത്തിൽ നിറച്ചു. ഇന്ദ്രനെ പറ്റി, രുദ്രനെ പറ്റി, ഇതെല്ലാം ഭൗതിക കാര്യങ്ങളാണ്. അതിലേക്കൊന്നും മനസ്സ് പോകരുത്, അതെല്ലാം അങ്ങ് വിടുക. ഭൗതിക ലോകവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സയൻസും വിടുക. വെറും ശ്രീഹരി, നിർഗുണമായ ആ ശ്രീഹരി. കൃഷ്ണനെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൃഷ്ണനോട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകളുടെ എല്ലാം ചിന്ത കയറി വരും. രാമനെ പറ്റി ചിന്തിക്കുമ്പോൾ സീതനെ പറ്റിയുള്ള ചിന്തയെല്ലാം വരും. ഇതൊന്നും അതിലേക്കൊന്നും എല്ലാം ഭൗതിക ലോകത്തിലുള്ള കാര്യങ്ങളാണ്.
4 യുഗങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിലേക്കൊന്നും ചിന്ത പോകരുത്. വെറും ശ്രീഹരിയില്ല, നിർഗുണമായ ബ്രഹ്മത്തിൽ മാത്രം ചിന്ത വെച്ചുകൊണ്ട് പോകണം. പക്ഷേ കൃഷ്ണൻ്റെ കഥയെല്ലാം പോയപ്പോൾ എന്തെല്ലാം ചിന്തകൾ വരും. രാധേ രാധേ എന്നുള്ള ചിന്തയെല്ലാം വരും. അങ്ങനെയൊന്നും പോകാൻ പാടില്ല. അതെല്ലാം നമ്മൾ ആത്മീയ പ്രഭാഷണങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇവിടെ പറയുന്നത് ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ പരാസൈൻസ്, ആ ബ്രഹ്മവുമായിട്ട് ബന്ധപ്പെട്ട. ബാക്കിയെല്ലാം കഥകളിലൂടെ ഈ സയൻസ് അവതരിപ്പിച്ചതാണ്. അതിലേക്കൊന്നും ചിന്ത പോയിക്കൂടാ. ജ്യോതിഷം പോലെയുള്ളത് ഉപജന മാർഗമായിട്ടൊന്നും കൊണ്ട് നടക്കരുത്. ജ്യോതിഷമൊന്നും തൊട്ടുകൂടാ. ജ്യോതിഷം എല്ലാം എന്തിനാണ്? ഇവിടെ ജീവിക്കുന്നവരുടെ ഭൂതം ഭാവി എല്ലാം പറയാനാണ്. ഇതെല്ലാം വിട്ടിട്ടാണ് നമ്മൾ വരുന്നത്. അതെല്ലാം വിട്ടുകളയണം. അതൊന്നും തുടരുത്. വേദങ്ങളൊന്നും തുടരുത്. ഇനിയോ വാദത്തിനായി വാദിക്കുന്ന യുക്തിശാസ്ത്രത്തെ തള്ളിക്കളയണം. വാദത്തിനായിട്ട് വാദിക്കരുത്. ഉദാഹരണമായിട്ട് ആരെങ്കിലും പറയുക, എന്തിനാ നിങ്ങൾ സന്യസിക്കാൻ പോകുന്നത്, ഈ ദൈവമൊന്നുമില്ല, ഇതെല്ലാം മിഥ്യയാണെന്ന് പറഞ്ഞാൽ വാദിക്കാനൊന്നും പോകണ്ട. വായും കുത്തിയിരുന്നോളാം. അവിടെ ഇരുന്ന് അവൻ പറയട്ടെ. അവനല്ല അജ്ഞാനി. നമുക്കതിൻ്റെ താല്പര്യമേ ഇല്ല. ഈശ്വരൻ ഇല്ലയെന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ മിണ്ടരുത്. ഉണ്ട് എന്നും പറയാൻ പോകണ്ട, ഇല്ല എന്നും പറയാൻ പോകണ്ട, തർക്കിക്കാനൊന്നും പോകണ്ട, കളയണം. പിന്നെയോ ഒരു പക്ഷത്തും ചെന്നു നിൽക്കരുത്. നമുക്ക് പക്ഷമൊന്നും വേണ്ട. വിശ്വാസീൻ്റെ പക്ഷവും വേണ്ട, അവിശ്വാസീൻ്റെ പക്ഷവും വേണ്ട, യുക്തിവാദീൻ്റെ പക്ഷവും വേണ്ട, നിരീശ്വരവാദീൻ്റെ പക്ഷവും വേണ്ട, കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പക്ഷവും വേണ്ട, കോൺഗ്രസിൻ്റെ പക്ഷവും വേണ്ട, BJPൻ്റെ പക്ഷവും വേണ്ട, ഒരു പക്ഷവും വേണ്ട. മുസ്ലിമിൻ്റെ പക്ഷവും വേണ്ട, ക്രിസ്ത്യാനീൻ്റെ പക്ഷവും വേണ്ട, ഒരു പക്ഷവും വേണ്ട. ഒരു പക്ഷത്ത് നിൽക്കണ്ട. നമുക്ക് അതെല്ലാം ഈ ഭൗതിക ലോകത്തിലുള്ള കാര്യങ്ങളാണ്. നമ്മളിതെല്ലാം കളഞ്ഞിട്ട് പോയതവരാണ്. നമുക്കാകെ നിർഗുണമായ ഒരു ഈശ്വരനേ ഉള്ളൂ. അതിന് രൂപവും ഭാവവും ഇല്ല, അതിനൊരാഗ്രഹങ്ങളും വിചാരങ്ങളില്ല, ഒരു താല്പര്യങ്ങളുമില്ല. ആ ഈശ്വരനെ മാത്രം ചിന്തിച്ചു കൊടുക്കണം. ശിഷ്യന്മാരെ വശീകരിച്ചും എട്ടാമത്തെ, ശിഷ്യന്മാരെ വശീകരിച്ചും നിർബന്ധിച്ചും ഉണ്ടാക്കിക്കൂടാ. ശിഷ്യന്മാരെ ഒന്നും ആവശ്യമില്ല, ഉണ്ടാക്കാൻ പാടില്ല. നമുക്ക് ശിഷ്യന്മാരെ ഒന്നും ആവശ്യമില്ല. പിന്നെ വേറൊത്തിയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതേ നിലയിൽ പോകുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പോകണമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതേമാതിരി പോകുമ്പം നമ്മളെ കണ്ട് ആരെങ്കിലും അതേപോലെ നമ്മളെ പിന്നാലെ വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ, അവരങ്ങ് വന്നോട്ടെ, നമുക്കതിൽ കാര്യമൊന്നുമില്ല. അപ്പം നമ്മളെ മാർഗം വേറെ ചിലവരും കണ്ടിട്ട് ഈ താല്പര്യമുള്ളവർ കണ്ടിട്ട് പിന്തുടർന്ന് വരും. അത് നമ്മളെ ശിഷ്യന്മാരൊന്നുമല്ല. അവർ ചിലപ്പോൾ കൂട്ടുപാടുന്നോട്ടെ. അനേകം ഗ്രന്ഥങ്ങളൊന്നും അഭ്യസിച്ചുകൂടാ. ഗ്രന്ഥങ്ങളൊന്നും പഠിക്കണ്ട. അനേക ഗ്രന്ഥം എന്ന് പറഞ്ഞത് വേണമെങ്കിൽ ഉപനിഷത്ത്, ഒരു സന്യാസിയായി പോകുന്നവൻ എങ്ങനെയല്ല ജീവിക്കേണ്ടത് എന്നുള്ളതിന് ഉപനിഷത്ത് വചനങ്ങളോ മറ്റോ ഉപയോഗിക്കാം. അല്ലാതെ ബാക്കിയുള്ള സയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രഭാഷണം സംഘടിപ്പിക്കരുത്. ആരോടും പ്രഭാഷണത്തിനൊന്നും പോകരുത്. നമ്മളിന്ന് സന്യാസി എന്ന് പറയുമ്പോൾ പിന്നെ വിളിച്ചിരുത്തി പ്രഭാഷണമാണ്. സന്യാസിക്ക് പ്രഭാഷണമൊന്നും പാടില്ല. നമ്മൾ ഇതെല്ലാം വെച്ച് ഇതെല്ലാം കേൾക്കുമ്പോൾ മനസ്സിൽ എന്തെല്ലോ തോന്നുന്നുണ്ടാവും. ഈ മുന്നിൽ കാണുന്ന സന്യാസികൾ, നമ്മൾ പണ്ട് ധരിച്ച സന്യാസികളെ രൂപമെല്ലാം നമ്മുടെ മനസ്സിൽ വരും. ഇതൊന്നും വേദത്തിലുള്ളതല്ല, ഉപനിഷത്തിലുള്ളതല്ല, ഭാഗവതത്തിലുള്ളതല്ല. ഭാഗവതം തന്നെയാണ് പറയുന്നത്, ഒരു പ്രഭാഷണവും സംഘടിപ്പിക്കരുത്. ഒരിടത്തും മഠം പോലെയുള്ള നിർമ്മാണാദി പ്രസ്ഥാപനങ്ങൾ തുടങ്ങരുത്. നമ്മൾ ധരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സന്യാസി എന്ന് പറയുമ്പോൾ അയാൾക്ക് നീട്ടിയൊരു പേര് വേണം. അതിനൊരു പേര് കൊടുക്കും സന്യാസിക്ക്. ഇനി മുതൽ നിൻ്റെ പേര് ഇതാണെന്ന്. ഉപനിഷത്ത് പറയുന്നു, പേരും പാടില്ല, കുലം പോലും ചിന്തിക്കരുത് എന്നാണ്. അപ്പോഴാണ് നമ്മൾ സന്യാസിയാകുമ്പോൾ ഒരു വലിയ പേര് കൊടുക്കും. എവിടെ നിന്ന് വന്നോ? ഇതൊന്നും ഭാഗവതത്തിലല്ല, ഭാഗവതത്തിലും ഇല്ല, ഉപനിഷത്ത് നിഷേധിച്ചതാണ്. അപ്പോൾ എന്ത് പാടില്ല?
മഠം. എന്നിട്ട് പിന്നെ ഉണ്ടാക്കുന്ന എന്താണ്? ഒരു ആശ്രമം. കുറേ ശിഷ്യന്മാരും പിന്നെ നാട്ടുകാരെയെല്ലാം വിളിച്ച് പ്രഭാഷണങ്ങൾ, ടി വിയിലൂടെ ഇരുന്ന് പ്രഭാഷണം. ഇതൊന്നും സന്യാസിക്ക് നിഷിദ്ധമാണ്. നമ്മൾ ഈ എവിടെ ഇതെല്ലാം കേൾക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നി എന്താ ഈ പറയുന്നത്, ഇതെല്ലാം ഭാഗവതത്തിൽ നിന്നാണോ? കാരണം അവരുടെ അനുഭവം അതാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അവർ ആ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അവരെ. 9 പ്രശാന്തനായി സമഭാവനയുള്ളവനായി. സമൻ, എല്ലാവരും സമനാണ്. ഇതാണ് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്. ആത്മീയത പറയുന്നവര് ഞാൻ ഹിന്ദു, ഞാൻ മുസ്ലിം, ഞാൻ ക്രിസ്ത്യാനി, ആകെ ഒരു ഈശ്വരനെ ഉള്ളൂ. ആ ഈശ്വരൻ്റെ മക്കളാണെങ്കിൽ എങ്ങനെയാണ് അവർ തമ്മിൽ പത്തായിട്ട് ആ ശക്തിക്ക് കാണാൻ പറ്റുക? മണ്ടത്തരമല്ലേ അതെല്ലാം? പ്രപഞ്ചം സൃഷ്ടിച്ച ഒരു ശക്തിക്ക് പല ആൾക്കാരെ പല മക്കളായിട്ട് കാണാൻ പറ്റുമോ? അപ്പോൾ ഒരു നമ്മളുടെ അച്ഛനമ്മമാരുടെ മാനസിക അവസ്ഥയിൽ പോലും ഇല്ല ഈശ്വരൻ എന്നല്ലേ വരുന്നത്. ഒരച്ഛനും മക്കൾക്കും എല്ലാവരും മക്കൾ ഒരുപോലെ തന്നെയാണ്. അങ്ങനെ കാണാൻ ശ്രമിക്കും. കുറ്റമുണ്ടെങ്കിലും കുറ്റമില്ല എന്നാണ് ആ ചിന്ത പോവുക. ഒരുത്തനൊരു കുറ്റമുണ്ടെങ്കിലും അതെൻ്റെ തമാശയാണ്, അങ്ങനെയാക്കി നമ്മൾ സമാധാനിക്കുകയും ചെയ്യുക. ഒരച്ഛനമ്മയ്ക്ക് അത്ര പോലും ഒരു മാനസിക അവസ്ഥയിലല്ല ഈശ്വരൻ എന്ന് പറയുക. ഈശ്വരന് ഓരോ വിഭാഗത്തെ പക്ഷം പിടിച്ചിട്ട് മറ്റേ വിഭാഗത്തെ അടി എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലേ എന്തൊരു സങ്കല്പമാണ് നമുക്ക്. അപ്പം പ്രശാന്തനായി സമഭാവനയുള്ളവനായി. അപ്പം ആത്മീയതയിലേക്ക് തിരിക്കണ്ടെങ്കിൽ ആദ്യം വേണ്ടത് എല്ലാവരെയും ഒരേപോലെ കണ്ണുകൊണ്ട് കാണാൻ പഠിക്കുക. എല്ലാം ബ്രഹ്മമായിട്ട് കാണാൻ പറ്റുക. മഹാമനസ്കനായി ഭവിച്ച സിദ്ധസന്യാസിക്ക്, അങ്ങനെയുള്ളൊരു സന്യാസിക്ക് ആശ്രമബന്ധം മിക്കവാറും ആശ്രമ ധർമാനുഷ്ഠാനത്തിന് ഹേതുവാകുന്നില്ല. അവർക്ക് ആശ്രമവും വേണ്ട, ആശ്രമധർമ്മങ്ങളൊന്നും അവർക്ക് ആവശ്യമില്ല. എന്നിട്ട് അടുത്തതിൽ പറയുന്നത് നോക്കണം. ആശ്രമധർമ്മങ്ങൾ പോലും അവർക്ക് വേണ്ട. അവരെ കണ്ടാൽ അവനിപ്പം ബ്രഹ്മചര്യത്തിലാണ്, അല്ലെ ഗൃഹസ്ഥാശ്രമത്തിലാണ്, അല്ലെ വാനപ്രസ്ഥത്തിലാണ്, അല്ലെ സന്യാസത്തിലാണ് എന്നുപോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കണം. ആശ്രമധർമ്മങ്ങളൊന്നും അവന് പാടില്ല. ആശ്രമധർമ്മങ്ങളെല്ലാം നമുക്കാണ്. പക്ഷെ അതിൽ നിന്നും മുക്തിനായിട്ട് പുറത്തേക്ക് വരണം സന്യാസിയാകുമ്പോൾ. സന്യാസം അവസാനമാണല്ലോ. അപ്പോൾ മറ്റുള്ള ധർമ്മങ്ങളെല്ലാം കളയണം. പിന്നെ അവനെ കണ്ടാൽ ഒരു ആശ്രമധർമ്മവുമില്ല. അതാണ് അടുത്തതിൽ പറയുന്നത്. വ്യക്തമാകാത്ത ആശ്രമ ലക്ഷണത്തോടും കൂടിയവനായി. പിന്നെ അവനെ കാണുമ്പോൾ അവൻ ഏത് ആശ്രമത്തിലാണ്, അതായത് ബ്രഹ്മചര്യത്തിലാണോ, ഗൃഹസ്ഥാശ്രമത്തിലാണോ, വാനപ്രസ്ഥത്തിലാണോ, സന്യാസത്തിലാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലെത്തണം. ആ നിലയിലേക്ക് ഉയരണം സന്യാസി. അതിനെന്ത് വേണം? എന്നിട്ട് എങ്ങനെ വേണം? പരമഹംസയോഗി അങ്ങനെ എത്തുന്ന ബുദ്ധിയുക്തനാണെങ്കിലും ബുദ്ധിയുള്ളവനാണെങ്കിലും ബുദ്ധിഭ്രമമുള്ളവനെ പോലെ പെരുമാറണം. ബുദ്ധിയുള്ള വ്യക്തിയാണെങ്കിലും അവന് ബുദ്ധിഭ്രമം വരെ ഭ്രാന്തൻ എന്ന പോലെ പെരുമാറണം. അവനെ കണ്ടാൽ എന്തൊക്കെ ആശ്രമമാണോ, അവൻ സന്യാസിയാണോ, അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമിയാണോ, അല്ലെങ്കിൽ വാനപ്രസ്ഥക്കാരനാണോ എന്നൊന്നും തോന്നാൻ പാടില്ല. കാണുമ്പോൾ ഭ്രാന്തനായിട്ട് തോന്നണം. അവന് എല്ലാ ബുദ്ധിയും ഉണ്ടാവും, പക്ഷേ ഭ്രാന്തനായിട്ട് അഭിനയിച്ചോളണം. അല്ലെങ്കിൽ എന്തുപോലെ ബുദ്ധി കുറഞ്ഞ കുട്ടികളെ പോലെ അഭിനയിക്കണം എന്ന് തന്നെയാണ് പറയാൻ പോകുന്നത്. ഒന്നിക്ക് ഭ്രാന്തനെ പോലെ അഭിനയിക്കുക, അല്ലെങ്കിൽ ബുദ്ധി കെട്ടവനെ പോലെ, ഒരു കുട്ടിയെ പോലെ, പിഞ്ചു കുഞ്ഞിനെ പോലെ. പിന്നെയോ പ്രതിഭാസമ്പന്നനാണെങ്കിലും നല്ല സംസാരിക്കാനുള്ള കഴിവുള്ളവനാണെങ്കിലും ഊമയെ പോലെ ആയിരിക്കണം. ഒന്നും മിണ്ടരുത്. ആരെന്ത് പറഞ്ഞാലും മിണ്ടരുത്. ഇങ്ങനെയുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാടിലൂടെ പ്രദർശിപ്പിക്കണം. ജനങ്ങളുടെ മുമ്പിൽ ഭ്രാന്തനായിട്ട്, അല്ലെ ഒരു ചെറിയ കുട്ടിയെ പോലെ, ഊമയെ പോലെ അഭിനയിക്കണം. എന്തിനു വേണ്ടിയാണ്?
അല്ല ഒരു ഭക്തനാണ് സ്വാമിയാണെന്നെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാർക്കൊരു സ്വഭാവം ഉണ്ട്. എന്തെന്നറിയാലോ, അയ്യോ ഒരു സ്വാമിയാണ് വന്ന് കിടക്കുന്നത് കേട്ടാ സ്വാമി, പിന്നെ പോയി സ്വാമി ഒന്ന് വീട്ടിലേക്ക് വരണം, എൻ്റെ വീടൊന്ന് അനുഗ്രഹിക്കണം, എൻ്റെ ഭർത്താവ് പോയിരിക്കുകയാണ്, എൻ്റെ ഭാര്യ കളഞ്ഞു കെട്ടിപ്പോയിരിക്കുകയാണ്, എൻ്റെ മക്കൾ തീരെ പഠിക്കുന്നില്ല, സ്വാമി വന്നൊന്ന് അനുഗ്രഹിക്കണം എന്നെല്ലാം പറഞ്ഞ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ചൊരു സ്വാമിയാണ് ഇങ്ങനെയല്ല സ്വാമിയാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവന് ബ്രഹ്മത്തിലൊന്നും എത്തിച്ചേരാൻ പറ്റില്ല. ഇവന്മാർ പൊക്കിയെടുത്ത് കൊണ്ടുപോകും. അതുകൊണ്ട് ഭ്രാന്തനായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാലും വായി തുറക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ജനം ശല്യം ചെയ്യില്ല, അവനവൻ്റെ പാട്ടിന് പോകും. അതിനാണിത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ജനത്തിൽ നിന്ന് മാറി അടക്കണം. നമുക്കറിയാലോ, ഇന്നൊരു സ്വാമി ഉണ്ടെങ്കിൽ ഒരു ദിവ്യനായൊരു സ്വാമി ഉണ്ട് അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെന്തായിരിക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾ ചാടി പിടിച്ച് വന്ന് പിന്നെ ഈ സ്വാമിയാണ് ഇയാൾ തന്നെ എങ്ങനെയല്ലോ പാടുപെട്ടിട്ട് ആ ബ്രഹ്മ ജീവിതം തന്നെ മതിയാക്കിയിട്ട് ബ്രഹ്മത്തെ പോയി ലയിച്ചിട്ട് ഇനി ഒരു ജീവിതവും വേണ്ടാന്ന് വെച്ച് നടക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇയാൾക്ക് തന്നെ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ്. അടുത്ത ജന്മത്തിൽ കർമ്മം ഉണ്ടെങ്കിലും കിട്ടാൻ പോകുന്നില്ല. അങ്ങനത്തെ ആളെ എന്താക്കി നമ്മൾ ധരിക്കും, ഇവൻ വലിയ ദിവ്യമായ സ്വാമിയാണ്, പരമഹംസനാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വീട്ടിൽ കെട്ടിക്കൊണ്ട് പിടിച്ച് കരിക്കും. 4 ആൾ 4 വശത്തേക്ക് വിളിക്കും, വീട്ടിലെ പ്രശ്നം തീർത്തു കൊടുക്കാൻ. ഇങ്ങേരെ പ്രശ്നം തീർന്നിട്ടില്ല. ഇങ്ങേർക്ക് എങ്ങനെയെങ്കിലും ഇത് തൊലച്ച് ഈ ശരീരത്തെല്ലാം കളഞ്ഞിട്ടാണ് ബ്രഹ്മത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഈ പാടും അത്രയും പെടുന്നത്. അപ്പോൾ അങ്ങേരെ ദിവ്യനായിട്ട് നടന്നു കഴിഞ്ഞാൽ വലിയൊക്കെ ഒരു പ്രഭാഷണം കുറച്ച് ആ ജ്ഞാനം കുറച്ചങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുക, പിന്നെ അവനെ നാട്ടിൽ അതാണ് പ്രശ്നം. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഭ്രാന്തനെ പോലെ നടക്കുക, പിള്ളറെ പോലെ നടക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നാട്ടിൽ ഭ്രാന്തന്മാരെ, ശരിയായ ഭ്രാന്തന്മാരെ നമ്മൾ സ്വാമിയാണെന്നും വിളിച്ചിട്ട് പിന്നാടെ കൂടിക്കളയരുത്. എല്ലാത്തിനും അതിൻ്റെ ഒരു മിസ്യൂസ് ഉണ്ട്. ഇപ്പം ഇനിയിപ്പോൾ ഇത് വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ ഭ്രാന്തന്മാരായിട്ട് നടക്കുന്നതെല്ലാം ഭയങ്കര ദിവ്യജ്ഞാനാണെന്ന് സന്യാസിയാണെന്ന് വിളിച്ചുകൊണ്ട് ഭ്രാന്തന്മാർക്കിന് നാളെ രക്ഷയില്ലാതെ അവസ്ഥയിൽ വന്നു പോകരുത്. നമ്മളെല്ലാം ഈ ചെറിയ മനസ്സ് അജ്ഞതയിലെ അർത്ഥം എന്താണ് വേദം പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും സോൾവാൻ പോകുന്നില്ല, കഷ്ടപ്പാടും ദുരിതവും തന്നെയാണ്, ജീവിതത്തിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ഓടി നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല, ആരെ പിന്നാലും ഓടി നടന്നിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് ഈ സ്വാമിമാർ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക, അങ്ങോട്ട് കയറ്റിയിട്ടില്ല. അവരെടുത്ത് നമ്മൾ പോയിട്ട് എന്ത് നമ്മളെ സഹായിക്കാനാണ് അവർ. ഇനിയിരിക്കട്ടെ, ഊമയെപ്പോലെ ജീവിച്ചു കൊള്ളണം. എന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദാഹരണം പറയുകയാണ്. 11 പ്രഹ്ലാദനും വ്രതം സ്വീകരിച്ച ഒരു മുനിയുടെയും സംഭാഷണം ഉദാഹരണത്തിനായിട്ട് പറയുകയാണ്. ഒരു മുനി കാര്യം. 12-13 വിഷ്ണുഭക്തനായ പ്രഹ്ലാദൻ ചില മന്ത്രിമാരോടുകൂടി എന്ത് ചെയ്യുകയാണ്, നമ്മൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ജനങ്ങളുടെ എല്ലാ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് നാട് ചുറ്റാൻ ഇറങ്ങി. അങ്ങനെ അദ്ദേഹം സിന്ധു നദീ തടത്തിൽ കാവേരി നദിയുടെ തീരത്ത് വെറും നിലത്ത് കിടന്നുറങ്ങുന്ന, പൊടി പുരണ്ടിട്ട് കിടന്നുറങ്ങുന്ന ഒരു മുനിയെ കണ്ടു. സിന്ധു നദീ തടത്തിൽ കാവേരി നദിയുടെ തീരത്ത് ഒരാൾ തറയിൽ കിടക്കുകയാണ്, നദീതീരത്ത് കിടക്കുകയാണ്, പൊടിയടിച്ചിട്ട് കിടക്കുകയാണ്. ഇങ്ങേർക്ക് മനസ്സിലായി ഇതൊരു മുനിയാണെന്ന്. മുനിയെ കണ്ടു. എൻ്റെ 14 പ്രവൃത്തി, വാക്ക്, ആകൃതി, വർണ്ണാശ്രമാദി ലക്ഷണങ്ങൾ മൂലായവ കൊണ്ട് ഇവൻ ആരെന്ന് ജനത്തിന് പോലും തിരിച്ചറിയാത്ത നിലയിലാണുള്ളത്. അപ്പം നേരത്തെ പറഞ്ഞ അവസ്ഥയിലാണ് ഇയാൾ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇയാൾ മുനിയാണെന്ന് ഇയാൾക്ക് തോന്നിയത്, പ്രഹ്ലാദന്. കാരണം എന്തുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല, വാക്ക് കൊണ്ട് വായ തുറക്കുന്നില്ല, ആകൃതി കൊണ്ടിട്ടും മനസ്സിലാകുന്നില്ല, വർണ്ണാശ്രമം വച്ചിട്ട്
ബ്രഹ്മചര്യം, വാനപ്രസ്ഥ, ഈ ആശ്രമധർമ്മങ്ങളൊന്നും വെച്ചിട്ട് ആ രൂപത്തിലൊന്നും അല്ല ഇങ്ങേര് കിടക്കുന്നത്. ഇങ്ങേര് ഒരുമാതിരി മണലിൽ അങ്ങനെ കിടക്കുകയാണ്. ഏത് ആശ്രമം എന്താണ് ഒന്നും തിരിച്ചറിയാൻ പറ്റാതെ ആർക്കും മനസ്സിലാകാൻ തരത്തിലാണ് കിടക്കുന്നത്. ആ മുനിയെ പ്രഹ്ലാദൻ ശിരസാൽ പോയിട്ട്, അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊരു ദിവ്യനാണ്. അദ്ദേഹം ശിരസാൽ പോയിട്ട് തല കാൽമൽ വെച്ചിട്ട് നമസ്കരിച്ചു. പിന്നെ ജിജ്ഞാസയോടെ ചോദിച്ചു. 16 പരിശ്രമിയും ഭോഗങ്ങൾ അനുഭവിക്കുന്നതുമായ ഒരുത്തൻ ഏതുപോലെ തടിച്ചു കൊഴുത്ത ശരീരം അനുഭവിക്കുന്നുവോ, അതായത് ഒരു ലോകത്ത് അധ്വാനിച്ച് ഭോഗസുഖങ്ങളെല്ലാം അനുഭവിക്കുന്നവൻ്റെ ശരീരം എന്തോട് ഇരിക്കും? നല്ല തടിച്ചു കൊഴുത്തിരിക്കും. ആഗ്രഹങ്ങളെല്ലാം മൂത്തിട്ട് പാടുപെട്ട് അധ്വാനിക്കുന്നവൻ കിട്ടും മനസ്സ് പണമെല്ലാം കിട്ടും, നല്ല സുഭിക്ഷമായിട്ട് തിന്നും, ശരീരം നല്ല ജിമ്മ് മാതിരി ഇരിക്കും. അങ്ങനെയുള്ളൊരു ശരീരമാണ് അങ്ങ് വഹിക്കുന്നത്. അധ്വാനിച്ച് നല്ലോണം തിന്ന ഒരു ശരീരം പോലെയാണ് ഇയാൾ കിടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സന്യാസിയുടെ ലക്ഷണം എന്താണ് പറഞ്ഞാൽ, എല്ലാം കളഞ്ഞിട്ട് പോകുമ്പോൾ ചുക്കി ചുളിച്ച് അവസാനം സന്യാസിയാകുമ്പോൾ ഒരു വടിയും പിടിച്ച് നടക്കേണ്ട അവസ്ഥയിൽ പറഞ്ഞ ഇയാൾ നല്ല കൊഴുത്ത് കിടക്കുകയാണ്. ലോകത്തിൽ പരിശ്രമിക്കുന്നവർക്കേ ധനം ലഭിക്കൂ, സുഖവും ഉണ്ടാകും. അപ്പോൾ സുഖായിരിക്കാൻ ഉണ്ടാവുക പരിശ്രമിക്കുന്നവർക്ക്, അവർക്ക് കുറേ ധനം കിട്ടും, നല്ല സുഖവും ഉണ്ടാകും. ആ സുഖം അനുഭവിക്കുന്നവരുടെ ശരീരവും ഇതേപോലെ എന്തായിരിക്കും? നല്ല കൊഴുത്ത ശരീരമായിരിക്കും. വേറൊരു തരത്തിൽ നല്ല ശരീരം ഉണ്ടാകാൻ വഴിയില്ല. നല്ലോണം അധ്വാനിച്ച് നല്ലോണം തിന്നാൽ മാത്രമേ, ധനമുള്ളവന് മാത്രമേ, ധനമില്ലാതെ അവനെങ്ങനെ ഇങ്ങനെ കൊഴുത്ത് വരുമൊന്നുമില്ല. ഇങ്ങനെ പറയാണ്. അപ്പം അങ്ങനെ നല്ല തടിച്ച് കൊഴുത്ത് നല്ല അധ്വാനിച്ച് തിന്നുന്ന ഒരാളുടെ ശരീരം പോലെയുണ്ട് അങ്ങേരെ കണ്ടിട്ട്. എന്നിട്ട് പറയാണ്, ബ്രഹ്മജ്ഞനായ മുനെ, ഉദ്യോഗമില്ലാതെ ഒരിടത്ത് കിടന്ന് കൊണ്ടേയിരിക്കുന്ന അങ്ങേക്ക് ധനമില്ലെന്ന കാര്യം സത്യം തന്നെയാണ്. അങ്ങേര് അധ്വാനിക്കുന്നൊന്നുമില്ല, ഈ പൊടി അടിച്ചൊരു കുറേ കാലമായിട്ട് കിടക്കുന്നത്. അപ്പോൾ അധ്വാനിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അധ്വാനിക്കാതെ ആൾക്ക് പണം കിട്ടില്ല എന്നുള്ള കാര്യവും ഉറപ്പാണ്. അപ്പം പണവും കിട്ടുന്നില്ല, അധ്വാനിക്കുന്നും ഇല്ല. കാരണം അങ്ങനെയാണ് കിടപ്പ്. അപ്പം നിങ്ങൾക്ക് ധനമില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. ധനം കൊണ്ടേ സുഖമുള്ളൂ. ധനം കൊണ്ടെങ്കിലും മാത്രമേ സുഖിച്ചിട്ട് നല്ല ഇങ്ങനെ കൊടുത്ത ശരീരമായിട്ട് സുഖജീവിതം അനുഭവിക്കാത്ത അങ്ങയുടെ ശരീരം ഏത് കാരണത്താൽ ഇങ്ങനെ തടിച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അങ്ങേർക്ക് സുഖജീവിതം നയിക്കുന്നില്ല, ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുകയാണ്, ധനവും ഇല്ല, സുഖജീവിതവും നയിക്കുന്നില്ല. അങ്ങയുടെ ശരീരം ഇങ്ങനെ തടിച്ചു കൊടുത്തിരിക്കുന്ന എന്താണെന്നാണ് പ്രഹ്ലാദൻ ചോദിക്കുന്നത്. 18 വിദ്വാനും കർമ്മകുശലനും നിരീക്ഷണ പാഠവുമുള്ള അങ്ങ് ബഹുജനങ്ങൾ ഓരോ പ്രവൃത്തി ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങേത് നല്ല വിദ്വാനാണ്, കർമ്മകുശലനാണ്, എല്ലാ കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് അങ്ങ് ഈ ബഹുജനങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും കഠിനമായി അധ്വാനിക്കുന്നതായിട്ട്. അതെല്ലാം കണ്ടിട്ടും അങ്ങ് മാത്രം ഇങ്ങനെ എന്താണ് ഉദയസന്നായിട്ട് ഈ തടിയും വെച്ച് ഇങ്ങനെ കിടക്കുന്നതെന്നാണ് ചോദിച്ചത്. 19 നാരദൻ. ഇപ്രകാരം പ്രഹ്ലാദൻ ചോദിച്ചപ്പോൾ മുനിശ്രേഷ്ഠൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ മുനി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ അസുരോത്തമ, അസുരൻ്റെ രാജാവ്, ഇങ്ങേരെ നല്ലോണം അറിയാം, കാരണം രാജാവാണല്ലോ, പിന്നെ അറിയാതിരിക്കുക. ഹേ അസുരോത്തമ, അങ്ങ് ജ്ഞാനിയാണല്ലോ, അങ്ങ് ജ്ഞാനിയാണ്. മനുഷ്യരുടെ പ്രവൃത്തി നിവൃത്തികൾ എന്നീ മാർഗങ്ങളിലൂടെ എന്തെല്ലാം ഫലം ലഭിക്കുമെന്നും ചക്ഷുസ്സുകൾ കൊണ്ട് അങ്ങേക്ക് അറിയുവാൻ കഴിയും. അങ്ങ് ആത്മജ്ഞാനിയാണ്, ആത്മചക്ഷുസ്സുകളുള്ളവനാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ പ്രവൃത്തിയും നിവൃത്തിയും കൊണ്ട് എന്തെല്ലാം ഫലങ്ങളാണ് ലഭിക്കുക എന്നുള്ള കാര്യം അങ്ങേക്ക് നല്ല അറിവുള്ളതാണെന്ന് എനിക്ക് അറിയാം. ഇനി 21 പറയുകയാണ്, ലീലാമയനും
സർവജ്ഞാനനിധിയുമായ ശ്രീനാരായണൻ യാതൊരു ഭവാന്റെ ഭക്തിമൂലം ഏതു നേരവും ഹൃദയത്തിൽ ഇരിക്കുന്നുവോ അങ്ങ് നാരായണൻ്റെ ആളാണ്. എപ്പോഴും നാരായണ ഭക്തി ഉള്ളത് കൊണ്ട് അങ്ങയുടെ ഹൃദയത്തിൽ നാരായണൻ എപ്പോഴും ഇരുന്നു കൊണ്ട് എന്താ ചെയ്യുന്നത്? സൂര്യൻ ഇരുട്ടിനെ എന്ന പോലെ അങ്ങയുടെ അജ്ഞാനത്തെ അപ്പം മാറ്റുന്നുണ്ട്. അങ്ങ് നാരായണ ഭക്തനാണ്, ഉള്ളിൽ നാരായണൻ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങേക്കുള്ള അജ്ഞാത അപ്പം നീക്കി തരുന്നുണ്ട്. പിന്നെ എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്? എങ്കിലും 22 പറയാണ്, അങ്ങയുടെ ചോദ്യത്തെ എൻ്റെ അറിവ് വെച്ച് പറയാം. എങ്കിലും അങ്ങ് ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അറിവ് വെച്ച് പറയാം. കാരണം ആത്മാവിൻ്റെ ശുദ്ധിയെ ഇച്ഛിക്കുന്ന താങ്കൾ ആദരണീയനാണ്. ആത്മാവിൻ്റെ ശുദ്ധി, അങ്ങ് ആത്മശുദ്ധിക്ക് നടക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ മറുപടി പറയുന്നത്. എല്ലാത്തവരെ പോലെ ഇരുന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പൊട്ടൻ്റെ മാതിരി, ഊമയുടെ മാതിരി, ഭ്രാന്തൻ്റെ മാതിരി അഭിനയിക്കുന്ന പറയണമെന്ന് നേരത്തെ പറഞ്ഞല്ലോ, അതുമാതിരി മിണ്ടാണ്ടിരിക്കുകയുള്ളൂ. പിന്നെ ഇങ്ങേര് ദൈവത്തിൻ്റെ ആളായതുകൊണ്ട് ചോദിച്ചതിൻ്റെ ഉത്തരം പറയുകയാണ്. അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, ഇയാൾ പറയാൻ പോകുന്നില്ല. ഈ ജീവിതത്തിലെത്തുന്നവരെ സംസാരിക്കില്ല. നമ്മളെ ധാരണ സന്യാസന്മാരെന്ന് പറഞ്ഞാൽ പ്രസംഗിച്ചങ്ങനെ നടക്കുന്നതാണ്. എല്ലാം വേദത്തിനുള്ള ഉപനിഷത്തിൽ പറയുന്നതല്ല. എന്നിട്ട് പറയാണ്, ജനന മരണങ്ങളുടെ ഇടമുറിയാത്ത ധാരയെ നിലനിർത്തുന്ന വിഷയാനുഭവങ്ങളാൽ പൂർത്തിയാവാത്ത ആശാപാശത്താൽ കർമ്മങ്ങളെ കൊണ്ടിരുന്ന ഞാൻ പലതരം പിറവികൾ ഉൾപ്പെട്ടവനാണ്. ഞാൻ പല ജന്മങ്ങൾ പല കർമ്മങ്ങൾ ചെയ്യാനായിട്ട് വിഷയങ്ങളിൽ ആകൃഷ്ടനായിട്ട് പല ആശാപാശത്താൽ ബന്ധിതനായിട്ട് ഞാൻ പല കർമ്മങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം ജനിക്കുകയും മരിക്കുകയും ചെയ്തു. അതായത് എന്തിനാണ് ജനിക്കുന്നത്? ലോകമൊരു സുന്ദരമായ ലോകം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കർമ്മം ചെയ്യാനാണ് ജനിപ്പിക്കുന്നത്. അതിൽ പങ്കെടുത്തിട്ട് ജനിച്ച് മരിച്ച് ഇങ്ങനെ എത്രയോ ജീവിതം ഞാൻ തള്ളി നീക്കി. അദ്ദേഹം പറയുകയാണ്, കർമ്മത്താൽ 24 അന്യയോനിയിലാകട്ടെ ചുറ്റിക്കറങ്ങി. ഞാൻ പല യോനികളിലും ചുറ്റിക്കറങ്ങി. പല യോനി എന്ന് പറഞ്ഞാൽ പട്ടിയായിട്ടും പൂച്ചയായിട്ടും എല്ലാം ഞാൻ ചുറ്റിക്കറങ്ങിയിട്ട് കർമ്മം ചെയ്തിട്ടുണ്ട്. അവസാനം മർത്യലോകത്തിലേക്ക് കർമ്മത്താൽ ആഗ്രഹിതനായി. മനുഷ്യൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ ബാക്കി കിടക്കുന്നതുകൊണ്ട് മനുഷ്യനായിട്ട് ഇപ്പം ഞാൻ ജനിച്ചു. ഈ മർത്യലോകം, പക്ഷേ ഈ മനുഷ്യലോകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് സ്വർഗത്തിനും മോക്ഷത്തിനും പക്ഷിമൃഗാദി ജീവികളുടെയും ഇടനിലയാണ്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നതിന് 2 എണ്ണത്തിൻ്റെ ഇടനിലയാണ്. ഒന്നിക്ക് മോക്ഷം അല്ലെങ്കിൽ സ്വർഗം. സ്വർഗം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ പിന്നെയും പോയി വേറെ ലോകത്ത് പോവുക, പിന്നെ മരിച്ചിട്ട് പിന്നെയും ജനിക്കുക, പിന്നെയും പോവുക, പിന്നെയും ജനിക്കുക. ഇതാണ് സ്വർഗലോകം. ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഇവിടെയോ വേറെ ഏതെങ്കിലും ഗ്രഹത്തിലോ പോയി ജനിക്കുക. ഇതാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ള സ്ഥലം. ജനിച്ച് മരിച്ച് ഇങ്ങനെ കിടക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ജംഗ്ഷനാണ് മനുഷ്യലോകം. ഇവിടെ നിന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നിക്ക് മോട്ടറിൻ്റെ കിട്ടി അങ്ങോട്ട് പോകാം, പിന്നെ ഈ ജനിച്ചും മരിച്ചും ഇങ്ങനെ ആകാശത്തിലുള്ള എല്ലാ ഗ്രഹങ്ങളിലും ജനിച്ചും മരിച്ചും കൊണ്ട് പോകാം. പിന്നെ പക്ഷിമൃഗാദികളുടെയും മനുഷ്യനും പക്ഷിമൃഗാദികളും ഒന്നിക്ക് മനുഷ്യനായി ജനിക്കാം, അല്ലെങ്കിൽ പക്ഷിമൃഗാദികളായിട്ട്. ഇതിൻ്റെ എല്ലാം ഒരു ജംഗ്ഷനിലാണ് മനുഷ്യ ജീവിതം കിടക്കുന്നത്. ഇനി 25 സ്വഗത്തിനു വേണ്ടിയും ദുഃഖ നിവാരണത്തിന് വേണ്ടിയും കർമ്മങ്ങൾ ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാർ. അപ്പം ഈ നാട്ടിൽ മനുഷ്യരായി ജനിച്ചവരെന്താ ചെയ്യുന്നത്? സുഖം കിട്ടാനും ദുഃഖങ്ങളെ ഇല്ലാതാക്കാനും വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാർ അവർ നേടുന്നത് എന്താണ്? വിപരീത ഫലം. ഇവിടെ മനുഷ്യരായിട്ട് ജനിച്ചാൽ അവരെല്ലാം ശ്രമിക്കുന്നത് സുഖം കിട്ടാനും ദുഃഖം ഇല്ലാതാകാനും. പക്ഷേ കിട്ടുന്ന ഫലം എന്തായിരിക്കും? വിപരീതമായിരിക്കും. സുഖം കിട്ടാൻ കഴിച്ചാൽ ഇല്ല, ദുഃഖേ കിട്ടുള്ളൂ.
ദുഃഖം ഇല്ലാതാക്കണം എന്ന് വെച്ചാൽ ദുഃഖം ഉണ്ടാകുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഒരു തരത്തിലും വിപരീത ഫലം കിട്ടുന്നത് കണ്ട് അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരായിട്ട് ജനിച്ചു മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ മനുഷ്യരെയും നോക്കിയപ്പോൾ അവരെല്ലാം സുഖത്തിന് വേണ്ടി ഓടി നടക്കുകയാണ്, ദുരിതം ഇല്ലാതാക്കാൻ ഓടി നടക്കുകയാണ്. പക്ഷെ കിട്ടുന്ന ഫലം വിപരീതമാണ്. അതുകൊണ്ട് ഞാനെന്ത് ചെയ്തു? വെറുതെ അധ്വാനിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ കർമ്മത്തിൽ നിന്നെല്ലാം വിട്ടു നിന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് വിരക്തനായിട്ട്. അവൻ്റെ ബുദ്ധിയിൽ മനസ്സിലായി നാട്ടിലുള്ളവരെല്ലാം സുഖത്തിനോടി അടക്കുന്നു, കിട്ടുന്നില്ല, ദുഃഖേ ഉണ്ടാകുന്നു. ദുഃഖം മാറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചവർക്കും ദുഃഖേ കിട്ടുന്നുള്ളൂ. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വേദങ്ങളൊന്നും മനുഷ്യ ജീവിതം ദുഃഖമാണ്. ഒരു കർമ്മം ചെയ്താലും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മോക്ഷം കിട്ടില്ല എന്നുള്ളതാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള നമ്മളാണ് പല മാർഗങ്ങളിൽ സുഖം നേടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം വേഷങ്ങളാണ് കെട്ടുന്നത്. ഒരു ചുക്കും കിട്ടാൻ പോകുന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം മതിയാക്കിയിട്ട് ഇങ്ങേര് പോയി കിടന്ന മാതിരിയോ അല്ല കടപ്പുറത്തും പോയിട്ട് എല്ലാം മതിയാക്കിയിട്ട് കിടക്കുക. ഇവയാണ് ബുദ്ധി ഉപയോഗിച്ച് തീരുമാനിച്ചതാണ്. അധ്വാനിച്ചിട്ടൊന്നും കിട്ടൂല, സുഖം കിട്ടാൻ പോകുന്നില്ല. ദുഃഖം ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ദുഃഖമേ ഉണ്ടാവുള്ളൂ. നേരെ വിപരീതമാണ് കിട്ടുന്നത്. എങ്കിൽ പിന്നെ കർമ്മം ചെയ്യുന്നതിനാണ്, വെറുതെ അധ്വാനിക്കുന്നതിനാണ്. ഞാൻ പോയി കിടക്കുകയാണ്, ഒരു കർമ്മവും ഞാൻ ചെയ്യുന്നില്ല, മതിയാക്കി, വിരക്തി വന്നു. ഇതാണ് സത്യമെന്ന് പറയുമ്പോഴാണ് നമ്മൾ നിങ്ങളെല്ലാ പ്രശ്നങ്ങളും സോൾവാക്കി തരാം, നിങ്ങളെല്ലാം ശരിയാക്കി തരാം, ഇന്നത് ചെയ്താൽ മതി, ഇന്നത് ചെയ്താൽ മതി, രാവിലെ എണീക്കുക, കുളിക്കുക, ഇന്ന് ചെയ്യുക, മറ്റേത് ചെയ്യുക, ഇതെല്ലാം ചെയ്താൽ ജീവിതത്തിൽ സുഖം. ഇതെല്ലാം പറഞ്ഞ് നടക്കുന്നവർക്ക് ആദ്യം സുഖം കിട്ടുമെന്നൊന്ന് അന്വേഷിച്ചു. അവരുടെ കുടുംബത്തിൽ സുഖം തോന്നുമെന്ന് അന്വേഷിച്ചു. കിട്ടില്ല. വേദത്തിൽ ഒരുത്തിയിലും സുഖം കിട്ടുന്ന കാര്യം പറഞ്ഞിട്ടില്ല. എല്ലാം ദുഃഖമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മരിക്കുന്നവരെ രക്ഷപ്പെടാനുള്ള വഴി എന്തേ ഉള്ളൂ? ഇതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് എവിടെയും പോയി വല്ല കടപ്പുറത്തും പോയി കിടക്കുക. വേദവ്യാസൻ ഒരു പുതിയ തന്ത്രം പറഞ്ഞു തരികയാണ് ഈ കഥാപാത്രത്തിലൂടെ. അപ്പം അദ്ദേഹം എന്ത് തീരുമാനിച്ചു? ആളെല്ലാം ഇങ്ങനെ കറങ്ങി അടുക്കണക്കുന്നത്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അദ്ദേഹം എല്ലാം മതിയാക്കിയിട്ട് ചടഞ്ഞുകൂടിയിരുന്നു. എന്നിട്ട് ഞാനിതാ അനുഭവിച്ചുകൊണ്ട് അനങ്ങാതെ, എന്നിട്ട് എന്ത് പറയുന്നു? ജീവാത്മാവിൻ്റെ അല്ലെ പരമാത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ്? സുഖം. അതാണ് സുഖം, ശാശ്വതമായ സുഖം. സർവകർമ്മങ്ങളിൽ നിന്നും വിട്ട് നിന്ന് ആ ആത്മാവിൽ ശ്രദ്ധ പതിപ്പിച്ചു കഴിഞ്ഞാൽ അത് പ്രകാശമാണ്. അപ്പം നമ്മൾ ഇതെല്ലാം വിട്ടിട്ട് ഒരിക്കലും എനിക്കൊന്നും വേണ്ട എന്ന് വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സിലൊരു പ്രകാശമാണ് തെളിഞ്ഞു വരുന്നത്. വിവിധ സുഖങ്ങളെ ക്ഷണികങ്ങളായി കണ്ടറിഞ്ഞ് പൂർവസംബന്ധിയായ കർമ്മഫലം അനങ്ങാതെ അനുഭവിച്ചുകൊണ്ട് ഞാനിതാ കിടക്കുന്നു. പൂർവസംബന്ധിയായ കർമ്മഫലം എന്തായാലും ഞാൻ പഴയ കർമ്മത്തിൽ ചെയ്ത കുറേ കർമ്മഫലം അനുഭവിക്കാനുണ്ട്. ആ കർമ്മഫലം അനുഭവിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇവിടെ കിടക്കുകയാണ്. ഈ കർമ്മം തീർന്നാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബ്രഹ്മസാക്ഷാത്കാരം നേടും. കർമ്മഫലം എല്ലാം അനുഭവിച്ച് തീർക്കണം, എങ്കിലേ സ്വതന്ത്രനാകണം. ഇനി ഒരു കർമ്മവും ബാക്കിയില്ല, കർമ്മവും ഇല്ല, കർമ്മഫലവും ഇല്ലാതായാലേ അവിടെ എത്തുള്ളൂ. അതുകൊണ്ട് ഞാനെന്ത് ചെയ്യാണ്? കർമ്മഫലം തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ ഇത് നല്ല സുഖമുള്ള പരിപാടിയാണ്, ഒരു പ്രകാശമുള്ള പരിപാടിയാണ്. കാരണം ഈ ലോകമായിട്ടുള്ള എല്ലാം ബന്ധം വിട്ടിട്ട് മണ്ണിൽ അങ്ങനെ കിടക്കുകയാണ്. നല്ല സുഖം തന്നെയായിരിക്കും, സംശയമൊന്നും വേണ്ട. അല്പം ഒന്ന് ചിന്തിച്ചാൽ മതി. ഈ കുടുംബ കാര്യങ്ങളെല്ലാം ചിന്തിച്ചിട്ട് മനസ്സ് പുണ്ണാക്കിയിട്ട് നടക്കുന്നതിലും നല്ല കുടുംബവുമില്ല, ബന്ധങ്ങളുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കടപ്പുറത്ത് പോയൊക്കെ കിടന്നു കഴിഞ്ഞാൽ എന്ത് നല്ല സുഖം. ഇതാണ് ആത്മീയതയിലേക്കുള്ള വഴി. എന്നിട്ടോ 27
ഇങ്ങനെ ആത്മാവിൻ്റെ ഇപ്രകാരത്തിലുള്ള ഇപ്പം ആത്മാവിൻ്റെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആത്മാവിൽ ലയിച്ചിരുന്നു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ഇത്തരത്തിലുള്ള നിത്യസുഖാത്മാവമായ സ്വരൂപത്തെ ആ സ്വരൂപത്തെ ആത്മസ്വരൂപത്തെ തന്നെ അതിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മറന്നിട്ട് നമ്മൾ ആത്മാവിലെ ആ സ്വരൂപത്തെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാണ് പരമപുരുഷോത്തന്മാനായി നിലകൊള്ളുന്നത്. അതിനെ മറന്നിട്ട് ഇപ്പം മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ഇദ്ദേഹത്തിന് സുഖം കിട്ടി എങ്ങനെ ബാക്കിയെല്ലാം വിട്ട് പുറത്തുള്ള കാര്യമെല്ലാം വിട്ട് അകത്തുള്ള ആത്മാവിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങനെ കിടക്കുകയാണ്. അതാണ് പരമാനന്ദ സ്വരൂപം. അതിലാണ് ആത്മാവ് സുഖം കാണേണ്ടത്. അതാണ് പ്രകാശമയം. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ആ ഒരു പുരുഷോത്തമനെ മറന്നിട്ട് മനുഷ്യരെന്ത് ചെയ്യുന്നു? മിഥ്യെന്നിരിക്കലും ഇതെല്ലാം മിഥ്യയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ജനന മരണ ചക്രത്തെ പ്രാപിക്കുന്നു. ഇങ്ങനെ ജനിച്ചും മരിച്ചും കഷ്ടപ്പെട്ട് നരയിക്കുകയാണ്. ഏതുവിധമെന്നാൽ ജലത്തിൽ നിന്നുമുണ്ടായ പായലിൽ ജലത്തിൽ നിന്നും പായൽ മുളച്ചു വരും. ആ പായലിൽ ശരീരം മൂടിക്കിടക്കുമ്പോൾ പായലിൽ ഒരാൾ വീണെന്ന് വെച്ചോ പായൽ കൊണ്ട് മുഴുവൻ മൂടിപ്പോവും. മൂടിപ്പോയാൽ വെള്ളം ദാഹിക്കുകയാണെങ്കിൽ വെള്ളത്തിന് വേണ്ടി ശ്രദ്ധിക്കുന്ന ഈ പായൽ തന്നെ വെള്ളത്തിൽ നിന്ന് ഉണ്ടാകരുത്. ആ വെള്ളത്തെ അന്വേഷിച്ച് നടക്കുന്നത് പോലെ അപ്രകാരം ആത്മസ്വരൂപമല്ലാത്തതിൽ മനുഷ്യൻ ഈ പുരുഷോത്തമനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അത് കാണാതെ മനുഷ്യൻ എന്ത് ചെയ്യാണ്? ഇതിൽ കാണാതെ ഈ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ആത്മാവിനെ കാണാതെ പുരുഷോത്തമനെ കാണാതെ വേറെ എവിടെയല്ലോ അന്വേഷിച്ച് കൊണ്ടിരിക്കുകയാണ്. മറ്റെന്തിലോ എല്ലാം പുരുഷോത്തമനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി 29 പറയാണ്, പ്രാരബ്ധ കർമ്മങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മൾ ജനിക്കുന്നത് പ്രാരബ്ധ കർമ്മങ്ങളാണ്. കുറേ ജീവിതത്തിൽ കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത് തീർക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ജനിക്കുന്നത്. ആ പ്രാരബ്ധ കർമ്മങ്ങൾക്ക് അടിമപ്പെട്ട് ദേഹാദികൾ വഴി തൻ്റെ സുഖത്തെയും ദുഃഖനാശത്തെയും ആശിക്കുന്ന ഒരു ദൈവത്തെ ചിന്തിക്കാത്ത ഒരുവൻ്റെ പ്രവൃത്തി നിഷ്ഫലമാണ് എന്ന് പറയുകയാണ്. ആ പരമേശ്വരനെ ശ്രദ്ധയില്ലാത്ത ഒരുത്തൻ തൻ്റെ കർമ്മങ്ങൾ പ്രാരബ്ധ കർമ്മങ്ങളിൽ അടിമപ്പെട്ടുകൊണ്ട് ദേഹാദികളെ കൊണ്ട് പ്രവർത്തിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? സുഖം നേടാനും ദുഃഖം ഇല്ലാതാക്കാൻ ആ ശരീരം വെച്ചുകൊണ്ട് ആശിച്ചുകൊണ്ട് ഈ ദുഃഖം മാറ്റണം, സുഖം നേടണം എന്ന ആശയമായിട്ട് പ്രവർത്തിക്കുന്നവൻ്റെ പ്രവൃത്തികളെല്ലാം എന്താണ്? നിഷ്ഫലമാവുകയുള്ളൂ. ശാരീരികവും മാനസികവുമായ ശല്യങ്ങൾ ഒരിക്കലും വിട്ടുമാറാത്ത ശാരീരികമായ ശല്യങ്ങൾ ഉണ്ടാവും, നമുക്ക് മാനസികപരമായ ശല്യങ്ങൾ ഉണ്ടാവും ജീവിക്കുമ്പോൾ. അപ്പോൾ അത് ഒരിക്കലും വിട്ടുമാറാൻ പോകുന്നില്ല. വിട്ടുമാറാത്ത മനുഷ്യൻ ആ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? മരണ സ്വഭാവമുള്ള മനുഷ്യനാണ്. മരിക്കുന്നില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് നേടിക്കളയാമെന്ന് വെക്കാണ്. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മരിക്കും പോകും. അപ്പം അതിൻ്റെ ഇടക്കാണ് നമ്മൾ ഈ പാടുപെടുന്നത്. മനുഷ്യനെ കഷ്ടപ്പെട്ട് നേടുന്നതിനെ കൊണ്ട് ധനങ്ങളായാലും ഭോഗവസ്തുക്കളായാലും അതിനെ കൊണ്ട് എന്ത് നേടാനുള്ളതാണ്? എപ്പോഴും മനസ്സിനെയും ശരീരത്തിനെയും ശല്യം ചെയ്തുകൊണ്ടിരിക്കും. മരണവും അടുത്ത് തന്നെ വരും. അങ്ങനെയുള്ളവൻ ഈ കഷ്ടപ്പെട്ട് നേടിയിട്ട് എന്ത് നേടാനാണ് ചോദിക്കുന്നത്? 31 ലോഭികളും അജിതേന്ദ്രിയന്മാരും ഭയനിമിത്തം ഉറക്കം കിട്ടാതെ വലയുന്നവരും എല്ലാവരിലും ആശങ്ക വെച്ച് പുലർത്തുന്നവനായ ധനികൻ്റെ കഷ്ടപ്പാട് ഞാൻ കാണുന്നു. ധനികന്മാർ പണമെല്ലാം ഉണ്ടാക്കിയിട്ട് സ്വത്തെല്ലാം വാരി കൂട്ടിയിട്ട് എന്ത് ആകുകയാണ്? ഭയനിമിത്തം ഉറക്കവും കിട്ടൂല രാത്രിയിൽ, ഭയം കൊണ്ട്, ഈ സ്വത്ത് കൊണ്ട്. എല്ലാവരിലും ആശങ്കയാണ്. എല്ലാവരിലും ആരാണെന്ന് അടുത്ത അധ്യായത്തിൽ പറയുന്നത്. ഇവരെ എല്ലാവരിലും ആശങ്ക, സംശയം വെച്ചുകൊണ്ട് അവന് രാത്രി ഉറക്കം കിട്ടൂല ഈ പണക്കാരൻ. എന്തുകൊണ്ട്? അടുത്തതിൽ പറയുന്നു 32
രാജാവന്മാരിൽ നിന്ന് ശല്യം ഉണ്ടാകാം. ടാക്സ് വരും, ഇൻകം ടാക്സ്, മറ്റേത് ഇതെല്ലാം വരും. കള്ളന്മാരെ അടിച്ചുകൊണ്ട് പോവുക. ശത്രുക്കൾ പാര വെച്ച് നമ്മളെ ബിസിനസ് എല്ലാം തുലക്കാം. ബന്ധുക്കൾ അകത്ത് നിന്ന് മോഷ്ടിക്കാം. മൃഗങ്ങൾ, പക്ഷികൾ, യാചകന്മാർ, കാലാവസ്ഥയിലുള്ള വ്യത്യാസങ്ങൾ, തന്നിൽ തന്നെ നിന്നുള്ള ശത്രുത, ഇങ്ങനെയെല്ലാം ജീവനും സ്വത്തിനും എല്ലാം ഭയം കൊണ്ടാണ് അവനെന്തില്ലാതെ ജീവൻ തന്നെ പോയി ചിലപ്പോൾ നഷ്ടപ്പെട്ടു. അത് അടുത്തതിൽ പറയുന്നുണ്ട്. ചിലപ്പോൾ ജീവൻ തന്നെ അപഹരിച്ചു പോകും. കള്ളന്മാരെല്ലാം വന്നിട്ട് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുക, അല്ലെങ്കിൽ എന്തും പോകാം, സ്വത്തെല്ലാം നശിച്ചു പോകും. ഈ ചിന്തകൾ കൊണ്ട് രാജാവ് അല്ലെങ്കിൽ നികുതിക്ക് ഗവൺമെൻറ് വന്ന് അടിച്ചു കൊടുത്തോളൂ. ഇങ്ങനെ കുറേ ചിന്തകൾ കൊണ്ട് അവന് രാത്രി ഉറക്കം പോലും കിട്ടാതെ നടക്കുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ട്. ഇപ്പം വാരി കൂട്ടിയിട്ട് എന്താ കാര്യം എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ 33 പറയാണ്: ദുഃഖം, മൂർച്ച, ഭീതി, കോപം, ആസക്തി, തളർച്ച മൂലം മനുഷ്യർക്ക് യാതൊന്നു മൂലമുണ്ടാകുന്നു. ഇതെല്ലാം ഈ ഒരു സ്വത്തിൻ്റെ ഭയം കൊണ്ടാണ് ദുഃഖവും മൂർച്ചയും ഭീതി എല്ലാം ഉണ്ടാകുന്നത്. അപ്പം അറിവുള്ളവരെന്ത് വേണം? ഈ ധനത്തിലുള്ള ആഗ്രഹത്തെ ഉപേക്ഷിച്ചു കൊള്ളണം. ഈ ലോകത്തിൽ നമ്മുടെ ഗുരുശ്രേഷ്ഠന്മാർ തേനീച്ചയുടെയും പെരുമ്പാമ്പും പോലെയാണ്. ഗുരുശ്രേഷ്ഠന്മാർ തേനീച്ചയും പെരുമ്പാമ്പിൻ്റെയും പോലെയാണ് എന്ന് പറഞ്ഞാൽ, ഗുരുശ്രേഷ്ഠന്മാർ നമുക്ക് ചില ഉപദേശങ്ങൾ തരുന്നുണ്ട്. ജീവിതം 2 വഴിയിലേക്ക് കൊണ്ടുപോകാം: തേനീച്ചയുടെ ലെവലിലും പെരുമ്പാമ്പിൻ്റെ ലെവലിലും. അതിലൂടെ എന്ത് പറ്റും? നമുക്ക് വിരക്തി ഉണ്ടാക്കിയെടുക്കാം, സംതൃപ്തിയെ പ്രാപിക്കാം. ഇനി തേനീച്ചയുടെയും പെരുമ്പാമ്പിൻ്റെയും 2 വഴി എന്താണെന്ന് അടുത്തതിൽ പറയുന്നു. 35 എല്ലാ വിഷയങ്ങളിൽ നിന്നുള്ള വിരക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളാണ് തേനീച്ചയുടെ കഥയിലൂടെയും പെരുമ്പാമ്പിൻ്റെ കഥയിലൂടെയും പറഞ്ഞു തരാൻ പോകുന്നത്. തേനീച്ചകൾ എന്ത് ചെയ്യുന്നു? കുറച്ചായിട്ട് തേന് സംഭരിച്ച് വെച്ചിട്ട് കൂട്ടി വെച്ചിട്ട് ക്ലേശിച്ച് തേനെല്ലാം പലയിടത്തു നിന്നും എടുത്തു കൊണ്ടുവന്ന് കൂട്ടി വെക്കുമ്പോൾ ഒരു സ്ഥലത്ത് അല്പാൽപമായി കൂട്ടി വെച്ചതിനെ മനുഷ്യന് വന്ന് അടിച്ചെടുത്ത് കൊണ്ടുപോകുന്നത് പോലെ അല്പാൽപമായി ക്ലേശിച്ച് സ്വരൂപിച്ച് വെച്ച സമ്പത്തിനെ വേറൊരാൾ വന്നിട്ട് കൊന്നിട്ട് പോലും ചിലപ്പം അപഹരിച്ചേക്കാം. തേനീച്ച സൂര്യക്ക് വെച്ചതിനെ പാടുപെട്ട് സൂക്ഷിച്ച് വെച്ചതിന് തീ കൊടുത്തിട്ട് തേനീച്ചേനി ഓടിച്ചിട്ടായിരിക്കും ചിലപ്പം കൊന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മളെടുക്കുന്നത്. അതുപോലെ നമ്മൾ സ്വരൂപിച്ച് വെച്ച കള്ളന്മാരെ വല്ലവരും വന്നിട്ട് കൊന്നിട്ടും കൊണ്ടുപോകാം. അതാണ് ഒരു പാഠം. തേനീച്ചയിൽ നിന്നും പഠിക്കുക. രണ്ടാമത്തത് പെരുമ്പാമ്പിൻ്റെ. അത് ഇദ്ദേഹം പറയുകയാണ് 36 പെരുമ്പാമ്പിനെ പോലെ ഞാൻ എന്ത് ചെയ്യുന്നു? ഉദ്യമരഹിതനായ ഒരു കാര്യവും ചെയ്യുന്നില്ല. പെരുമ്പാമ്പ് എന്താണ് ചെയ്യുന്നത്? മലയിൽ പോയിട്ട് ആ ഗുഹയിൽ അങ്ങിയിരിക്കും, ഒരു ജോലിയും ചെയ്യില്ല അവിടെ. അതുവരെ ഞാൻ ഉദാസീനായിട്ട് ഈ മണ്ണിൻ്റെ അകത്ത് കിടക്കുകയാണ്. യാദൃച്ഛമായി വന്നണയുന്നതോ ഏതെങ്കിലും ഒരു ജീവിയാണ് വരികയാണെങ്കിൽ എലിയോ മറ്റോ വരികയാണെങ്കിൽ അവിടെ നിന്ന് പിരിച്ചുവിടും. അതുകൊണ്ട് സംതൃപ്തനാകുന്നു. അതുമാതിരി എനിക്കും ആരെങ്കിലും കൊണ്ട് തരികയാണ്, ഞാൻ അതുകൊണ്ട് സംതൃപ്തനാകും. അതിലും ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും വളരെ നാളത്തേക്ക് അത് സമാധാനത്തോടെ കിടക്കും. ആ പെരുമ്പാമ്പിന് കുറേ കാലം കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതവിടെ കിടക്കും. അതേപോലെ എനിക്കും ചിലപ്പോൾ ആഹാരം കുറച്ച് ലഭിക്കും, ആരെങ്കിലും കുറച്ച് തരും. ചിലപ്പോൾ അധികം കിട്ടുമ്പോൾ അത് ഞാൻ കഴിക്കും. ചിലപ്പോൾ രുചിയുള്ളത് കിട്ടും, നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടും. ചിലപ്പോൾ രുചിയില്ലാത്തതായിരിക്കും, തീരെ രുചിയില്ലാത്തതായിരിക്കും, കളയുന്നതായിരിക്കും. ചിലപ്പോൾ നല്ല ഗുണമുള്ളത് കിട്ടും, ചിലപ്പോൾ ഒരു ഗുണവുമില്ലാത്തത് ആയിരിക്കും. എന്ത് കിട്ടിയാലും അതിനനുസരിച്ച് ഞാനങ്ങ് ജീവിക്കും. ചിലപ്പോൾ ശ്രദ്ധയോടെ അരികിലെത്തിച്ചു തരും. ചിലവർ ശ്രദ്ധയോടുകൂടി അവിടെ ഒരാൾ കിടക്കുന്നുണ്ട് പാവം, അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കുമായിരിക്കും. ചിലപ്പോൾ അനാദരവോടെ കിട്ടിയതും ഭക്ഷിക്കും. അങ്ങനെ കിട്ടിയാലും ഭക്ഷിക്കും. ചിലവർ പോകുമ്പോൾ എൻ്റെ കൈമേൽ ഈ നശിച്ച സാധനം കിടക്കാം, മേടിക്ക് തിന്നിട്ട് എന്ന് പറഞ്ഞാൽ തെറിഞ്ഞു കൊടുക്കും. അതും അവൻ തിന്നും. ഭക്ഷണശേഷം വീണ്ടും രാത്രിയിലായാലും പകലായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, കിട്ടുമ്പോൾ ഞാൻ തിന്നും.
സമയമൊന്നുമില്ല. ചിലപ്പോൾ രാത്രി ആരും കൊടുക്കുകയെങ്കിൽ അന്നേരം രാത്രി. പിന്നെയോ അങ്ങനെ 39 അങ്ങനെ പ്രാരബ്ധ കർമ്മത്തെ അനുഭവിച്ച് തീർക്കുന്നത് കൊണ്ട് ഞാനിനി എൻ്റെ പ്രാരബ്ധ കർമ്മം കഴിയുന്നത് വരെ ഞാനിങ്ങനെ സുഖമായിട്ട് പാപ്പിനെ പോലെ കിടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സന്തുഷ്ടചിത്തനായിട്ട് ഞാൻ കഴിയുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു പ്രശ്നമില്ല. പിന്നെയോ വെൺപട്ടായാൽ ആരെങ്കിലും വല്ല നല്ല പട്ട് കൊണ്ട് തരികയാണെങ്കിലും, സാധാരണ വസ്ത്രം കിട്ടിയാലും, കീറത്തുണി കിട്ടിയാലും, മരമുരിയായാലും, എന്തായാലും ഞാൻ കിട്ടിയതെടുത്ത് ഉടുക്കും. ആരെങ്കിലും എന്തെങ്കിലും അതിന് അതെടുത്ത് ഞാനും ഉടുക്കും. ഇന്നൊന്നും എനിക്ക് നിർബന്ധമൊന്നുമില്ല. 40 ചിലപ്പോൾ വെറും നിലത്ത് കിടക്കും, ചിലപ്പം പുല്ലിൽ കിടക്കും, ചിലപ്പം വല്ല ഇലയുള്ളെടുത്ത് കിടക്കും, ചിലപ്പം കല്ലുമ്മ കിടക്കും, ചിലപ്പോൾ ചാമ്പലിന് ഞാൻ കിടക്കും. ചിലപ്പോൾ അന്യരുടെ ആഗ്രഹപ്രകാരം മണിമാളികളിലെ മെത്തകളിലും പോയി ഞാൻ കിടക്കും. കാരണം ഒരു ദിവ്യൻ അങ്ങനെ ഒരാൾക്കുമ്പോൾ അയാൾ വലിയ ദിവ്യനാണോ എങ്കിൽ പിന്നെ എല്ലാവരും കൂടി അങ്ങേരെ പൊക്കിയെടുത്ത് സ്വാമി എൻ്റെ വീട്ടിലേക്ക് വരണം. ഇങ്ങേരാണെങ്കിൽ ആകെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാതെ വെച്ചുകൊണ്ട് എല്ലാം മടുത്തിട്ട് കളഞ്ഞിരിക്കുന്ന പാർട്ടിയാണ്. പ്രാരബ്ധ കർമ്മം തീർക്കാൻ വേണ്ടിയിട്ട് ഗതികേട് കൊണ്ട് അവിടെ കിടക്കുന്ന പാർട്ടിയാണ്. അവൻ ഭയങ്കര ദിവ്യനാണ് കേട്ടോ. എന്നിട്ട് വലിച്ചു കെട്ടി കൊട്ടാരത്തെ കൊണ്ടുപോയിട്ട് മറ്റേൽ കിടന്നിട്ട് പറയും, സ്വാമി എൻ്റെ ഭർത്താവ് ഓടിപ്പോയി, അല്ലെ ഭാര്യ ഇന്ധന വഴിക്ക് പോയി, എൻ്റെ മക്കൾ തലതിരിഞ്ഞ് പോയി, ഇവരെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം സ്വാമി എന്നും പറഞ്ഞുകൊണ്ട് ജനം പൊക്കിയെടുത്തും കൊണ്ടുപോയെന്നും വരും. നമ്മൾ കാണുന്നതല്ലേ ഒരുത്തൻ ദിവ്യ. ഇങ്ങനെ ഒരുത്തരുണ്ടെങ്കിൽ ഇതും സംഭവിക്കും. അങ്ങനെ പൊക്കിയെടുക്കുന്നതായിരിക്കും. അല്ലാതെ പിന്നെ ഇയാൾക്കാരെ ബന്ധുക്കൾ ആരുമില്ല. ചിലപ്പോൾ അന്യരുടെ അവർക്ക് ഭയങ്കര ആഗ്രഹം. കാരണം സ്വാമി വന്ന് ഇവിടെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ എല്ലാ പ്രശ്നവും തീരുന്നമായിരിക്കുന്നത്. ഇങ്ങേരാണെങ്കിൽ പെരുമ്പാമ്പിനെ പോലോ എല്ലാ കർമ്മവും ഉപേക്ഷിച്ച് ഈ ജീവിതം തന്നെ നരകതുല്യമാണ്, ഇതിനെക്കൊണ്ട് ഒരു ലക്ഷ്യമില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്ന കക്ഷീനെയാണ് ചിലവർ ആഗ്രഹം കൊണ്ടുപോയി കൊട്ടാരത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടിരുത്തും. 41 ചിലപ്പോൾ നല്ല ചന്ദനെല്ലാം തൊട്ട് ശുഭവസ്ത്രമെല്ലാം ധരിച്ച് പൂമാലയെല്ലാം അണിഞ്ഞ് അലങ്കരിക്കപ്പെട്ട തേരിലും ആനപ്പുറത്തും കുതിരപ്പുറത്തും കയറ്റി സഞ്ചരിക്കും. ചിലപ്പോൾ അവർ പോകുമ്പോൾ പറയും, സ്വാമി ഇങ്ങനെയൊന്നും പോകാൻ പാടില്ല, എൻ്റെ കൊട്ടാരമായ കാറുണ്ട്, അതിൻ്റെ അകത്ത് സ്വാമിക്ക് ഇതൊരു ഡ്രസ്സ് ഇതെല്ലാം സ്വാമിയുണ്ടോ ഇടാനോ, ഇതൊരു മാല കിട്ട ഭക്തി. കാരണം സ്വാമിയല്ലേ ഇത്. ഇത് അലങ്കരിച്ച് ചിലപ്പോൾ കൊണ്ടുപോകുകയാണെങ്കിൽ അയാൾ അതിൻ്റെ പിന്നാലേക്ക് പോകും. അയാൾക്കെന്ത് കാര്യം. പിന്നെ വേറെ സമയത്തോ ചിലപ്പോൾ നഗ്നനായിട്ട് ഒന്നും എടുക്കാതെ ഭ്രാന്തനെ പോലെ നടക്കും. ഇതാണിപ്പോൾ എന്ത് സുഖം, എന്ത് പരമസുഖം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരും. ഒന്ന് പോയി കടന്നു നോക്കിയേ. അങ്ങനെയൊക്കെയാണ് ആൾക്കാർ പൊക്കാൻ ഈ നാട്ടിലുണ്ടാവും. പട്ടുമെത്തേ കൊണ്ടുപോയിരിക്കും. കാരണം അവർ വിചാരിക്കുന്ന ഇവൻ വലിയ എന്തോ ദിവ്യനാണ്, ഇവ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഐശ്വര്യവും. എന്നിട്ട് അവനെ മൂടിപ്പിച്ച് പുതപ്പിച്ച് വലിയ കൃഷ്ണൻ്റെ ഭാവത്തിൽ മൈപ്പീലി മേടിക്ക് തലയിലെടുത്ത് വെച്ചു കൊടുക്കും. എന്നിട്ട് 42 പ്രകൃതിയ വ്യത്യസ്ത ഗുണങ്ങളുള്ള മനുഷ്യരെയും ഞാൻ നിന്ദിക്കാറില്ല. മനുഷ്യർ പലതരം വ്യത്യസ്ത മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. അവരെയൊന്നും ഞാൻ നിന്ദിക്കാറില്ല, അവരെ ഒന്നും സ്തുതിക്കാറുമില്ല. ആരെയും കുറ്റം പറയില്ല, നല്ലിയും പറയില്ല. അവർക്ക് ശ്രേയസിൻ്റെയും പരമാത്മാവിൽ ഏകീഭാവത്തെയും ഞാൻ അംഗീകരിക്കുന്നു. അവരിലെന്തുണ്ട്? അവരെല്ലാം ഈശ്വരൻ്റെ അംശങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. അവരെല്ലാം ഏകഭാവത്തോടെ എല്ലാത്തിനെയും ബ്രഹ്മമായിട്ട് കാണുകയാണ്. ഇനി 43, 44 സത്യത്തെ മാത്രം നിരീക്ഷിക്കുന്നവനും മനനശീലനുമായ ഒരുവൻ ഭേദഭാവേന ചിത്തത്തിൽ. അപ്പം നമ്മളെന്ത് വേണം? സത്യത്തെ മാത്രം നിരീക്ഷിക്കുന്നവനും മനനശീലനുമായ ഒരുവൻ എന്ത് ചെയ്യണം? ഭേദഭാവേന, ഭേദമാകുന്ന പലതിനെയും പലതായി കാണുന്ന ഭേദഭാവത്തെ ചിത്തത്തിൽ ഹോമിക്കണം.
അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഇവൻ പറഞ്ഞു എനിക്കെല്ലാവരും ഒരുപോലെയാണ്. അപ്പോൾ ഇയാൾ ചെയ്തെന്താണ്? എല്ലാ വ്യത്യാസമായിട്ട് ഭാവഭേദങ്ങളോട് വ്യത്യസ്തമായി തോന്നുന്നതിനെ എല്ലാം എടുത്ത് ആ ചിന്തകളെല്ലാം എടുത്തിട്ട് ചിത്തത്തിൽ ഹോമിച്ചു. അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാവഭേദമില്ല, എല്ലാം ഒന്നുമില്ല. എന്നിട്ട് വിഭ്രാന്തിയെ, വിഷയത്തിലുണ്ടാകുന്ന വിഭ്രാന്തികളെ ഒരുതരം ഭ്രാന്തി തന്നെയാണ്. മനസ്സിനെ മായയിലും ഹോമിക്കണം. മായ കൊണ്ടാണ് ഇതെല്ലാം തോന്നുന്നത്. ഭാവനക്കും അതിൻ്റെ കാരണങ്ങൾക്കും നിദാനമായ ആ മായയെ ആത്മാനുഭൂതിയിൽ ലയിപ്പിക്കണം, അല്ലെങ്കിൽ ഹോമിക്കണം, ആത്മാവിൽ ഹോമിക്കണം. ആ ഉണ്ടാക്കുന്ന വികാരങ്ങളെയല്ല, മായയിൽ നിന്നുണ്ടാകുന്ന എല്ലാറ്റിനെയും ആത്മാവിൽ ഹോമിക്കണം. അനന്തരം ആത്മസ്വരൂപത്തിൽ സ്ഥിതനായിക്കൊണ്ട്, ഞാൻ ആത്മാവ് എന്ന ചിന്തയിൽ സ്ഥിതനായിക്കൊണ്ട് നിഷ്ക്രിയനായി ഭവിച്ചിട്ട് വിരമിച്ചു കൊള്ളണം. എന്നിട്ട് ജീവിതത്തിൽ നിന്ന് വിരമിക്കുക. ഇങ്ങനെ അങ്ങ് ഇരുന്നിട്ട് ജീവിതത്തിൽ നിന്ന് വിരമിക്കുക. അതായത് എല്ലാത്തിലും ഒരേ ഭാവത്തെ ദർശിക്കുക. നമ്മളെ ഈ മായ കൊണ്ടുവന്ന ഈ ലോകത്തിലുള്ളതെല്ലാം പലതായി തോന്നുന്നതിനെല്ലാം ഉള്ളിൽ ഹോമിച്ചിട്ട് നമ്മളെ മനസ്സിലെ ഉള്ളിലെ ആത്മാവിനെ മാത്രം ശാശ്വതമായി കൊണ്ട് ചിന്തിച്ചു കൊണ്ട് അങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് അങ്ങ് വിരമിച്ചിരിക്കും. എന്നിട്ട് 45 പറയുകയാണ്, ലോകരീതിയിൽ നിന്നും ശാസ്ത്രരീതിയിൽ നിന്നും വ്യത്യസ്തമെന്ന് തോന്നുന്ന, ഇത് വേദോപനിഷത്തിലൊന്നും പറഞ്ഞ പരിപാടിയൊന്നുമല്ല ഈ മാർഗം. വേദോപനിഷത്തിലൊന്നും ഈ മാർഗമൊന്നും പറഞ്ഞില്ല. വല്ലവൻ്റെ വീട്ടിൽ പോയി പട്ടുമെത്തയിലൊന്നും കിടക്കാൻ, ഇതൊന്നും ഉപനിഷത്ത് പറയില്ല. പക്ഷെ ഇത് എൻ്റെ കഥയാണ് എന്ന് പറയുകയാണെങ്കിൽ വേദവ്യാസൻ ഇന്നത്തെ നിലയിൽ പറ്റുമെങ്കിൽ ഈ വഴിയൊന്ന് സ്വീകരിക്കുമെന്ന് പറഞ്ഞ് വേദവ്യാസന് തോന്നിയത് ഒരു കഥാപാത്രമായിട്ട് പറഞ്ഞതാണ്. ഉപനിഷത്ത് ഇതൊന്നുമല്ല, എല്ലാം വിട്ടിട്ട് പോയിക്കൊള്ളണം, അല്ല വല്ല പട്ടുമെത്തയിൽ പോകാനും കിട്ടുന്നതൊന്നും വാങ്ങി തിന്നൊന്നും കൂടെ, കിട്ടുന്ന കുറേ കിട്ടിയാൽ കുറേ തിന്നുക, അതൊന്നും വസ്ത്രം കൊടുക്കുക, മാലയിടുക, പോവുക, ഇതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇവൻ പറയുന്ന വേറൊരു ശൈലിയിൽ പറയുകയാണ്. അതുകൊണ്ടാണ് ലോകരീതിയിൽ നിന്നും ശാസ്ത്രരീതിയിൽ നിന്നും വ്യത്യസ്തമെന്ന് തോന്നുന്ന എൻ്റെ കഥ നിഗൂഢമെങ്കിലും അങ്ങേക്ക് ഞാൻ വിസ്തരിക്കുന്നു. എൻ്റെ ജീവിതം ഞാൻ വിസ്തരിച്ചു, ഞാനിങ്ങനെയാണ് പോകുന്നത്. കാരണം അന്ന് വിഷ്ണു ഭക്തനാണ്. എൻ്റെ 46 പ്രഹ്ലാദനിൽ നിന്നും ഈ പരമഹംസ തത്വം, അദ്ദേഹത്തിൻ്റെതായ പരമഹംസ തത്വം കേട്ട ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് സ്വന്തം ഭവനത്തിലേക്ക് പോയി. ആര്? പ്രഹ്ലാദൻ. അയാൾ നമസ്കരിച്ച് സ്വന്തം ഭവനത്തിലേക്ക് പോയി.